ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ തലവണങ്ങാം. സ്വർഗപിതാവേ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തൊടണമേ. തിരുവചനം ഞങ്ങളുടെ ജീവിത പാതകൾക്ക് വെളിച്ചമാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത വഴിയിൽ ആകുലപ്പെടുകയും ആശങ്കപ്പെടുകയും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിന്റെ തിരുവചനത്തിൻ്റെ പ്രത്യാശ ഞങ്ങളുടെ ജീവിത വഴികൾക്ക് കൃത്യതയും നന്മയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിതാ ഞങ്ങൾ നിൽക്കുന്നത് ദൈവമുമ്പാകെയാണ്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം പരിശോധിക്കാൻ കണ്ണാടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയമാകുന്ന നന്മ പരിശോധിക്കുവാൻ തിരുവചനമാകുന്ന കണ്ണാടിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ വൈകൃതങ്ങളെ തിരിച്ചറിയുവാൻ, ഞങ്ങൾക്കൊന്ന് തിരുത്തലുണ്ടാകുവാൻ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മെത്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവിശ്വാസമുള്ള നല്ല കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുവാൻ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ പോക്കണമേ. നടത്തിയവരെ പ്രത്യേകമായി സ്മരിക്കുന്നു. വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വാസം നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ദീർഘമായ ആമുഖം കൂടാതെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ ഐഡി ഉണ്ട്. നമ്മുടെ ഐ ഡി കാർഡ് ഏതാ? നമ്മൾ സർക്കാർ ഓഫീസുകളിലൊക്കെ ഇത്രയും തിരുവചനം കേൾക്കുമ്പോഴല്ലോ ഇത്രയും ഗൗരവം പിടിച്ച് മസിൽ പിടിച്ചിരിക്കണമെന്നൊന്നും ഇല്ല. വളരെ റിലാക്സ്ഡായി ഹൃദയത്തിൽ സന്തോഷം സൂക്ഷിച്ച് സമാധാനത്തോടെ നമുക്കിരിക്കാം. അപ്പം ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം. നമുക്ക് ദൈവസന്നിധിയിൽ സംസാരിച്ച് മുന്നേറാം. നമുക്കറിയാം, നമ്മൾ സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മളോട് ഐ ഡി ചോദിക്കാറുണ്ടല്ലോ. ഏത് ഐ ഡിയാണ് ചോദിക്കുന്നത്? ആധാറാണ് ചോദിക്കുന്നത്. നമ്മുടെ ആധാറിൽ എന്തൊക്കെയുണ്ട്? ആധാർ നോക്കിയിട്ടുണ്ടോ? ഇത് കൈവച്ചുകൊണ്ടിരിക്കുന്നതിനെ നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ആധാറിൽ എന്തൊക്കെയാ ഉള്ളത്? പേരുണ്ട്, അഡ്രസ് ഉണ്ട്, ഐ ഡി നമ്പർ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, അല്ലേ? പിന്നെ നമ്മുടെ കണ്ണും കയ്യും അതിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണും ഉണ്ട്, കയ്യും ഉണ്ട്. ഈ ലോകത്ത് ഓരോ മനുഷ്യർക്കും ഓരോ കണ്ണും ഓരോ കയ്യുമാണ് ആര് കൊടുത്തിരിക്കുന്നത്? ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഐ ഡി ആധാറാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ക്രിസ്തുവിന്റെ ഐ ഡി ഏതാണെന്നറിയാം? ക്രിസ്തുവിന്റെ ഐ ഡി ഏതാണ്? ക്രിസ്തുവിന്റെ മുറിവുകളാണ് ക്രിസ്തുവിന്റെ ഐ ഡി. ക്രിസ്തുവിന്റെ മുറിവുകളാണ് ക്രിസ്തുവിന്റെ ഐ ഡി. നമുക്കറിയാം, ഒരു സുപ്പീരിയർ വരുമ്പോൾ സബോർഡിനേറ്റ് ഐ ഡി ചോദിക്കുമോ? പ്രത്യേകിച്ച് അഭിമന്യ ബർന്നബാസ് തിരുമേനി പള്ളിയിലോട്ട് വരുമ്പോൾ ശിവോച്ചൻ പറയും ഐ ഡി കാണിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പക്ഷെ നമ്മുടെ കർത്താവിനോട് ഒരാൾ ഐ ഡി ചോദിച്ചു. ആരാന്നറിയോ? നമ്മുടെ സ്വന്തം ആളാ. ആരാ ചോദിച്ചു? അല്ലേ? തോമസ് ലീഗയെ കർത്താവ് എന്താ ചെയ്തു? ഞാൻ പറയും, തോമസിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് തോമസിനെ ബോധ്യപ്പെടുത്തി, തോമസേ, ഈ മുറിവുകൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? നിനക്കൂടെ വേണ്ടിയുള്ളതാണ്. കർത്താവിന്റെ മുറിവുകൾ നമുക്കൂടെ വേണ്ടിയുള്ളതാണ്. ഇത് ധ്യാനിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമുക്കുണ്ട്. ഈ ക്രിസ്തുവിന്റെ മുറിവിനെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ കവിതയുടെ ഇതിവൃത്തമാണ്. വളരെ രസകരമായ ഒരു കവിതയാണ്. നിബിഡമായ ഒരു വനം, ഈ വനത്തിന്റെ നടുവിലുള്ള ഒരു ഒറ്റയടി പാത, ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിതെറ്റി വരികയാണ്. ഇന്നത്തെ കാലത്ത് പിന്നെ ആർക്കും വഴിതെറ്റാറില്ല. കാരണം നമുക്ക് വഴി അറിയത്തില്ലെങ്കിലും വഴിയറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആരാ ഉള്ളത്? ഗൂഗിൾ ഉള്ളത് കൊണ്ട് അങ്ങനെ തെറ്റാറില്ല. ഈ മനുഷ്യൻ അന്ന് ഗൂഗിൾ ഇല്ലാത്തതുകൊണ്ട് തെറ്റി വരിക. വന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയാമോ? ഒരു വാരിക്കുഴിയിൽ അങ്ങ് വീണുപോയി. എന്താ ഈ വാരിക്കുഴി എന്ന് പറഞ്ഞ? വാരിക്കുഴി എന്ന് പറഞ്ഞ ദൈവമേ, കണ്ണൂരുകാർക്ക് വന്ന് വാരിക്കുഴി ഞാൻ പഠിപ്പിക്കണം. ആനയെ പിടിക്കുന്ന കുഴിയാണ്. ഈ ആനയെ പിടിക്കുന്ന കുഴി മനുഷ്യൻ വീഴാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു നടക്ക് കയറി പോരാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. കിടക്കവിടെ. ആ കവിതയിൽ ആ മനുഷ്യൻ അങ്ങനെ കിടക്കുമ്പോൾ നിസ്സഹായതയിൽ കിടക്കുമ്പോണ്ടല്ലോ, കവിതയുടെ ഇതിവൃത്തത്തിൽ ആദ്യം നടന്നു വരുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണ്.
ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്ന് ഈ മനുഷ്യന്റെ നിസ്സഹായത കാണുമ്പോൾ അദ്ദേഹം എന്നറിയോ, വഴിയിലെ കുഴി കണ്ടിട്ട് അദ്ദേഹം ഇൻക്ലാബ് വിളിക്കാൻ തുടങ്ങി. കാരണം എന്താ? ഭരണപക്ഷം മോശമായതുകൊണ്ടാണ് റോഡിൽ എന്തുണ്ടായത്? കുഴി ഉണ്ടായത്. ഇൻക്ലാബ് വിളിച്ച് അദ്ദേഹം സ്ഥലം വിട്ടു. സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോ ആളെവിടെ കിടക്കുക? രാഷ്ട്രീയക്കാരൻ വന്നു, പ്രസംഗിച്ചു, ഇൻക്ലാബ് വിളിച്ചു, സ്ഥലം വിട്ടു, ആളെവിടെ കിടക്കുക? കുഴി കിടക്കുകയാണ്. നമ്മൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞില്ല. രണ്ടാമത് വരുന്ന ഏരെന്നറിയാമോ? രണ്ടാമത് വരുന്ന ഒരു ജഡ്ജിയാണ് വരുന്നത്. ജഡ്ജി ഇങ്ങനെ വന്നിട്ട് കുഴിയുടെ തീരത്ത് നിന്ന് കുഴിയിലോട്ട് നോക്കുമ്പോൾ ഒരുത്തൻ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ കോടതി ഭാഷയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ കുഴിക്ക് ഇത്ര അടി ആഴമുണ്ട്, ഇത്ര അടി വീതിയുണ്ട്, അവന്റെ കണ്ണ് പോകണ്ടാണ്, നേരെ ചൊവ്വേ നോക്കാത്തോണ്ടാണ് അവൻ വീണത്. അതിനുശേഷം ഒരു വിധി പ്രസ്താവന നടത്തിയിട്ട് ആര് സ്ഥലം വിട്ടു? ജഡ്ജി സ്ഥലം വിട്ടു. ആളവിടെ കിടക്കുക, കുഴി കിടക്കുക. അപ്പൊ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പോയി ആള് കുഴിയിലാണ്, ജഡ്ജി വന്നിട്ട് പോയി ആളവിടെ കിടക്കുക, കുഴിയിലാണ്. മൂന്നാമത് വരുന്നത് എന്റെ കൂട്ടൊരച്ഛനാണ്, ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടല്ല, എന്റെ കൂട്ട് ഒരച്ഛനാണ്. വന്നിട്ട് ഈ കുഴിയുടെ അവിടെ നിന്നോട് നോക്കുമ്പോൾ ഒരിക്കലും അവിടെ കിടക്കുക, കുഴി കിടക്കുക. അച്ഛന് മനസ്സിലായി കുഴി ഇറങ്ങിയ തടി കടാവും, പിന്നെ ഒറ്റ മാർഗ്ഗമുള്ളൂ, അവിടെ നിന്നോട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ആരും സ്ഥലം വിട്ടു, അച്ഛനും പോയി. ആളവിടെ കിടക്കാണ്, കുഴി കിടക്കുക. കവിതയിൽ നാലാമത് വരുന്നത് ആരാന്ന് ചോദിച്ചാൽ സാക്ഷാൽ ക്രിസ്തുവാണ്. ക്രിസ്തു വന്നിട്ട് ഈ കുഴിയുടെ തീരത്ത് നോക്കുമ്പോൾ ഇപ്പൊ കിടക്കുക, നിസ്സഹായത, മറ്റൊന്നും ആലോചിച്ചില്ല, കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ് ക്രിസ്തു. എന്നിട്ട് പുറം കുനിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ചവിട്ടി കയറിക്കൊള്ളാൻ. ഈ 2018 പ്രളയത്തിലെ പരപ്പനങ്ങാടിക്കാരൻ ജയ്സല് പുറം കുനിഞ്ഞതുപോലെ ക്രിസ്തു പുറം കുനിഞ്ഞു കൊടുത്തിട്ട് പറയും, ചവിട്ടി കയറിക്കൊള്ളാൻ. അപ്പോഴാ മനുഷ്യൻ പറയുകയാണ്, അയ്യോ എന്റെ ബൂട്ടിട്ട കാലിട്ട് അങ്ങയുടെ പുറത്തു ചവിട്ടിയാൽ പുറം പൊളിയും. ക്രിസ്തു പറയുന്നുണ്ട്, വീണ്ടെടുപ്പിന്റെ കാലത്തെ മുറിവുകൾ ഞാൻ ഓർക്കാറില്ല. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ മുറിവുകൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? നമുക്ക് വേണ്ടിയുള്ളതാണ്. ഈ നോമ്പുകാലം ക്രിസ്തുവിന്റെ മുറിവുകളിലൂടെ, സഹനങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ഒരു തീർത്ഥാടന കാലമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്നു നിങ്ങളെ ഞാൻ ഒരു വിരുന്നു വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വിരുന്നു പോകുന്ന ഇഷ്ടമാണോ? ആണോ? ആണ്. 2 കൊല്ലം പോകാത്തിന്റെ എല്ലാ ക്ഷീണം ഇപ്പൊ തകർത്ത് തീർത്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വിരുന്നു വീട്ടിലേക്ക്. ഈ വിരുന്നു വീടിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ വിരുന്നു വീട്ടിൽ വന്നിട്ട് ആള് തിരിച്ചു പോകുമ്പോ സമാധാനത്തോടാ പോയത്. ഈ വിരുന്നു വീട്ടിൽ വന്നിട്ട് ആള് തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? സമാധാനത്തോടാണ്. അങ്ങനെ ഒരു വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഒരു വിരുന്നിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോ സമാധാനത്തോടെ പോക എന്ന് പറയുന്ന വിരുന്ന് ഏതാണ്? വിശുദ്ധ കുർബാനയാണ്. ഇന്നിതാ ഈ രാത്രി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വിരുന്നു വീട്ടിലേക്കാണ്. വായിച്ച് സുപരിചിതമായ ഒരു ഭാഗത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള ഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി കേട്ടോ. 1 മണിക്കൂറിന്റെ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തീർക്കുവാനായിട്ടുണ്ട്. നമുക്ക് ഓർക്കുക, ഒരു വിരുന്നു വീട്ടിൽ വ്യത്യസ്തമായ ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു ഹോസ്റ്റ് കാണും. വിരുന്നു വീട്ടിൽ ആര് കാണും? ഒരു ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? എന്താ ഹോസ്റ്റ്? ആതിഥേയൻ അല്ലെ? വീട്ടുകാരൻ. ഇവിടുത്തെ വീട്ടുകാരൻ ആരെന്നറിയാമോ? പരീശനായ ശീമോനാണ് അല്ലെ? കർത്താവിന്റെ കാലത്തെ പരീശന്റെ പ്രത്യേകത എന്താ? ഞാൻ പറയും, അവന് വേഷവും വിധാനങ്ങളും ഒക്കെ ഉണ്ട്, ബാഹ്യമായ ഘടകങ്ങളൊക്കെ ഉണ്ട്. ആന്തരികത നഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. നമുക്കിന്ന് വേഷവും ഭൂഷാദികളും ഭാവങ്ങളും ഉണ്ട്. അകംപൊള്ളയായ വ്യക്തിത്വ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ഈ മനുഷ്യനെ ഒരു ബുക്കിനോടാണ് ഉപമിക്കുന്നത്. കാരണം എന്തറിയോ, ഈ ബുക്കുകൾ തന്നെ 2 തരമുണ്ട്. ഒന്ന് സാധാരണയും ഒന്ന് ഡീലക്സും അല്ലെ? നമ്മുടെ കുർബാനക്രമത്തിൽ പോലും ഉണ്ട്. സാധാരണക്കാരുടെ കുർബാനക്രമം പ്ലാസ്റ്റിക് പൊതിയുള്ള കുർബാനക്രമമാണ്. പിന്നെ ഡീലക്സ് ഉണ്ട്. എന്താണ്? നല്ല പൊതി, ഗോൾഡൻ ലെറ്റേഴ്സ്, അതിന്റെ ബോർഡർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ്, വില കൂടുതലാണ്. ഇത് കണ്ടപ്പോ ഒരിക്കൽ എനിക്കും വാങ്ങിക്കാൻ തോന്നി, ഞാൻ വാങ്ങിച്ചോണ്ട് പോയി. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അറിയുന്നത് പുറം ചട്ടയൊക്കെ ഉഗ്രൻ, പക്ഷെ അകത്തെ പേപ്പറുകൾ ഇളകി വരികയാണ്. ഇതുപോലെയാണ് ഈ പരീക്ഷ. പുറം ചട്ട ഉഗ്രനാണ്, അകം ഇളകിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചില പള്ളിയിലൊക്കെ ചെന്ന് കുർബാനക്രമം എടുത്തു കഴിയുമ്പോഴേ നമുക്ക് ഈ അബദ്ധം മനസ്സിലാക്കുന്നത്. 30-ാമത്തെ പേജ് കഴിഞ്ഞാൽ പിന്നെ 80-ാമത്തെ പേജ് ഉള്ളു. ഇടയ്ക്ക് 50 കൊണ്ടങ്ങ് വീട്ടിൽ പോയതാ അല്ലേ? ഇതുപോലെ ഒരു മനുഷ്യനാണ് ആര്? ഈ പരീക്ഷ. ഈ അകത്തൊന്നും ഇല്ലാത്തവനാണ് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നത്. അകത്തൊന്നും ഇല്ലാത്ത, അതുകൊണ്ടാണ് ഈ ആഡംബര പ്രമതയുടെ പുറകിൽ പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ പറയും, അകത്തൊന്നും ഇല്ലാത്തവനാണ് പുറത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ആ കാലത്ത്
വലിയ സ്വാധീനമുള്ള ഗുരുവായ ക്രിസ്തുവിനെ ആ മനുഷ്യൻ എവിടേക്ക് ക്ഷണിക്കുകയാണ്? വീട്ടിലേക്ക്. എന്തിനു വേണ്ടിയാ? അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ത്വര ആർക്കുണ്ട്? ആ മനുഷ്യനുണ്ട്. അപ്പം അവിടുത്തെ ആതിഥേയനെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവന്റെ പേരെന്താണ്? പരീശനായ. അവിടുത്തെ ഗസ്റ്റ് ആരാന്നറിയാം? ആരാ? യേശു ക്രിസ്തുവാണ്. മൂന്നാമത് ഒരാൾ കൂടി അവിടേക്ക് വരുന്നുണ്ട്. അത് വിളിക്കാതെയും പറയാതെയും വരുന്ന ആളാ. അയാളുടെ പേര് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പേരില്ല. അപ്പന്റെ പേരില്ല, അമ്മയുടെ പേരില്ല, വീട്ടുപേരില്ല. നമുക്കറിയാം അന്താരാഷ്ട്ര മാധ്യമ നിയമം അനുസരിച്ച് ഇരയാക്കപ്പെട്ട ഒരാളുടെ പേര് ചാനലിലോ മാധ്യമങ്ങളിലോ ഉപയോഗിക്കാറുണ്ട്? ഉണ്ടോ? ഇല്ല. അത് മാധ്യമ നിയമമാണ്, അത് മാധ്യമ സദാചാരമാണ്. അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ സദാചാരമൊക്കെ ഉണ്ടായി എവിടുന്ന? ഞാൻ പറയും, അക്കാര്യത്തിൽ ഏറ്റവും മാന്യത പുലർത്തുന്നു വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്ത. ആളുടെ പേര് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കോമൺ നൗൺ കൊണ്ടാണ് അവരെ അടയാളപ്പെടുത്തുന്നത്. എന്താ അവിടെ പറയുന്നത്? പാപിനിയായ സ്ത്രീ. ഈ സ്ത്രീയെയും ഞാനൊരു പുസ്തകത്തോടെ ഉപമിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ദാണ്ട് LKG UKG ഒക്കെ പഠിക്കുന്ന കൊച്ചുങ്ങൾ ഇരിപ്പുണ്ടല്ലോ, അല്ലേ? നമ്മൾ അവർക്ക് സ്കൂൾ അങ്ങോട്ട് തുറക്കുമ്പോൾ പുതിയ പുസ്തകം വാങ്ങിച്ചു കൊടുക്കും. ഒന്നാമത്തെ ടേം കഴിയുമ്പോൾ ആ പുസ്തകം ഇരിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ ഇരിക്കും? പുറവും കാണത്തില്ല, അകവും കാണത്തില്ല. പരീക്ഷന് പുറമുണ്ട്, ഇവക്ക് പുറവും ഇല്ല, അകവും ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് പുസ്തകം നമ്മുടെയൊക്കെ കാലത്ത് എന്തായിരുന്നു വാങ്ങിച്ചു വന്നിരുന്നത്? ഒരു സ്ലേറ്റ് ആയിരുന്നു. ഓർക്കുന്നില്ലേ? എന്താ വാങ്ങിച്ചിരുന്നേ? സ്കൂൾ തുറക്കുമ്പോൾ എന്താ വാങ്ങിച്ചിരുന്നേ? ഒരു സ്ലേറ്റ് ആണ്. ഈ സ്ലേറ്റുമായിട്ട് സന്തോഷം. ഈ സ്ലേറ്റ് അല്ലേ എല്ലാ കൂട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇതും പിടിച്ചുകൊണ്ട് പോകുന്നൊരു പോക്കുണ്ട്. ഈ ആദ്യത്തെ ദിവസത്തെ ഈ ആവേശത്തോടുള്ള പോക്കിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടി വീണിട്ട് ആ സ്ലേറ്റ് വീട്ടിൽ വന്ന് ചോദിച്ചാ വാങ്ങിച്ചു തരൂ? ഇല്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ഏതുമായിട്ടാ പോന്നെ? ആ മുറിയൻ സ്ലേറ്റുമായിട്ടാ പോന്നെ, അല്ലേ? അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താ പോന്നെ. പിറ്റേന്ന് പോകുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു ശൈലിയില്ല, ഇതിനകത്തൂടെ കയ്യങ്ങ് ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് ആട്ടി സ്കൂളിൽ പോകും. കാരണം ഒരാഴ്ചയെങ്കിലും നടന്നെങ്കിലേ എന്ത് വാങ്ങിച്ചു തരത്തുള്ളൂ? അടുത്ത സ്ലൈറ്റ് കുറച്ച് കരഞ്ഞെങ്കിലേ വാങ്ങിച്ചു തരത്തുള്ളൂ. അതായിരുന്നു നമ്മുടെ അടയാളം എന്ന് പറയുന്നത്. ഞാൻ പറയും, ഈ സ്ത്രീ ഇതുപോലൊരു സ്ത്രീ ആയിരുന്നു. അകോ ഇല്ല, പുറോ ഇല്ല. പക്ഷേ ഇവൾ ഈ വീട്ടിൽ വരുമ്പോ ഉണ്ടല്ലോ, ഇവൾ വരുന്നതിനെ കുറിച്ച് ഒരു ചിന്തകൻ കുറിച്ചേക്കുന്നത് ഇങ്ങനെയാ: wordless worship of an unnamed woman. Wordless worship of an unnamed woman. പേരില്ലാത്ത പെണ്ണിന്റെ വാക്കില്ലാത്ത ആരാധന, മൗനമായ ഒരാരാധന ഈ വീട്ടിൽ വരുമ്പോൾ അവൾ നിർവഹിക്കുക. ഇവൾ വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ശീമോന്. കാരണം എന്താ? എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, ക്രിസ്തു വന്നിട്ടുണ്ട്, അകത്ത് വറക്കുന്നു, പൊരിക്കുന്നു, പ്രാർത്ഥനയോഗക്കാരുണ്ട്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഞെളിഞ്ഞു കിടക്കുക. അപ്പോഴാണ് ഊരും പേരും ഇല്ലാത്ത നാട്ടിൽ ദുഷ്പേരുള്ള ഒരു പെണ്ണ് എവിടേക്ക് വരുന്നത്? അവിടേക്ക് വരുന്നത്. ആ ശീമോന്റെ മുഖം എങ്ങനെയായി കാണും? ചില അലൂമിനിയം പാത്രത്തിന്റെ ഒക്കെ പുറത്ത് തേങ്ങാ വീണൊക്കെ ആയിക്കണം, അല്ലേ? പെട്ടെന്ന് മുഖം ചുളിയുന്നത്. ഇങ്ങനെ ചുളിഞ്ഞു നിൽക്കുമ്പോഴേ ഈ പെണ്ണു വന്ന ഒരു ആരാധന നിർവഹിക്കുന്നത്. അതിനെപ്പറ്റി ചിന്തകൻ പറയുന്ന ഇതാണ്: wordless worship of an unnamed woman. പേരില്ലാത്ത പെണ്ണിന്റെ വാക്കില്ലാത്ത ആരാധന. ഒരു സ്ത്രീ മിണ്ടാതെ നിന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ. റിയലി ഹെർക്കൂലിയൻ ടാസ്ക്, അല്ലേ? ഒരു 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ നിങ്ങളേക്കും, പക്ഷെ സംസാരിക്കാതിരിക്കാൻ പറഞ്ഞാൽ പറ്റൂ? ഇല്ല. ദൈവം തന്നൊരു കൃപയാണ് കേട്ടോ നിങ്ങൾക്ക്. കാരണം പുരുഷന്മാരെ കാട്ടി കൂടുതൽ സംസാരിക്കാനുള്ള കഴിവാർക്കാം സ്ത്രീകൾ. പുരുഷന്മാരെ കാട്ടി കൂടുതൽ കഴിവാർക്കാണ് സ്ത്രീകളാണ്, അല്ലെ? നമ്മുടെ വാർത്താ നേരത്തിലൊക്കെ ചില സ്ത്രീരത്നങ്ങൾ എടുത്തിട്ട് ചർച്ചയ്ക്ക് വരുന്നവരെ ചാടിക്കാനിട്ടില്ലയോ? ഒരു ദിവസം ഒരു പുരുഷൻ സംസാരിക്കുന്ന എത്ര വാക്കാന്നറിയോ? ഒരു ആവറേജ് 4000 വാക്കാ ഒരു പുരുഷൻ സംസാരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഒരു സ്ത്രീ ഒരു ദിവസം സംസാരിക്കുന്നത് 8000 വാക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ഒന്ന് പറഞ്ഞാൽ എത്ര പറയും? രണ്ടിൽ കൂടുതൽ പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലരുണ്ട് ഒരു ദിവസം തികയുമ്പോ ഒരു 6000 ഒക്കെ പറഞ്ഞോളെങ്കിൽ പിന്നെ അസ്വസ്ഥത, അല്ലേ? 2000 കോട്ട കിടക്കുവാണല്ലോ, അല്ലേ? പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൽ കിടക്കാൻ പറയുള്ളൂ 2000 വാക്ക്. അപ്പൊ എങ്ങനെയായാലും എന്ത് തികച്ചിരിക്കും? 8000 വാക്ക് തികച്ചിരിക്കും. അങ്ങനെ ഒരു സ്ത്രീ ആരാധിക്കുന്നത് എങ്ങനെയാണ് ആരാധിക്കുന്നത്? മൗനമായി നിന്ന് ആരാധിക്കുന്നു. 2, ഈ പെണ്ണ് ഈ വീട്ടിലേക്ക് വരുമ്പോ ഉണ്ടല്ലോ, അവിടുത്തെ ചില കുറവുകളൊക്കെ അവൾ കണ്ടെത്തുക. ഒരു പുരുഷന് കാണാൻ പറ്റാത്ത അനുഭവങ്ങളെ കാണാനുള്ള കഴിവ് ദൈവം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഫിസിയോളജിക്കൽ റീസൺ കൂടിയുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ? ഈ പുരുഷന്മാരുടെ കഴുത്തിനെക്കാട്ടി ഫ്ലെക്സിബിൾ ആണ് ആരുടെ കഴുത്ത്? സ്ത്രീകളുടെ കഴുത്ത്. എന്ന് പറഞ്ഞാൽ എന്റെ കഴുത്ത് ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടം വരെ കൊണ്ടുവരുന്നതിനിടെ നിങ്ങളൊരു 3 തവണ തിരിക്കും. കാരണം അത്രയും ഫ്ലെക്സിബിൾ ആണ് ആരുടെ കഴുത്ത്? സ്ത്രീകളുടെ കഴുത്ത്. അത് മനസ്സിലാക്കണമെങ്കിൽ, വളരെ വേഗം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം.
ഇവിടെ കല്യാണം കഴിച്ച സ്ത്രീകളൊക്കെ ഇരിപ്പുണ്ട് അല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഒരു 2 പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയൊക്കെ കാണും. ഒന്ന് പെട്ടെന്ന് പോയി അപ്പനെ അമ്മയൊക്കെ കാണുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്? ആണോ? ഇല്ല. അമേരിക്കൻ വിസ ഇതിനെക്കാട്ടി വേഗത്തിൽ കിട്ടും. ഒരാഴ്ച ആപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെയൊന്നും മുളത്തില്ല, ഇങ്ങനെ ഗൗരവം പിടിച്ചിരിക്കും, ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കും. എന്നിട്ട് അവസാനം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒന്ന് മൂളും. എങ്ങനെ അറിയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ബസിന്റെ പേര് പറഞ്ഞ വിസ അനുവദിക്കുന്നത് രാവിലത്തെ ശരണ്യക്ക് പോയിട്ട് വൈകുന്നേരത്തെ ഉച്ചക്കത്തെ സൊസൈറ്റിക്ക് നീ വരണം അല്ലേ? അങ്ങനെയല്ലേ വിസ അനുവദിക്കുന്നത് അല്ലെ? അപ്പൊ ഇവര് ആ ദിവസം പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിരാവിലെ 4 മണിയാകുമ്പോഴേ എഴുന്നേറ്റ് എല്ലാം വെച്ച് അപ്പോഴാണ് ശരണ്യയുടെ ശബ്ദം കേൾക്കുന്നത്. പോകുന്ന സമയത്ത് ഒരു കാപ്പി കൊണ്ടുവന്ന് ആരുടെ കൈ കൊടുക്കും? ഭർത്താവിന്റെ കൈ കൊടുക്കും. എന്നിട്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോഴോ നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ടെങ്കിലും വീട്ടിൽ അമ്മയ്ക്ക് ഈ മകളുടെ രുചി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അമ്മ അത് ഉണ്ടാക്കി വെക്കും. അത് ചെല്ലുന്നുണ്ടെ മോളെ തീറ്റിക്കുക. ഇത് തീറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴേ യഹൂദന്മാർ പെസഹ കഴിക്കുന്നവർ വെപ്രാളം പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൊസൈറ്റിയുടെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് പകുതി കഴിച്ചിട്ട് ഓടി എവിടെ കയറും? സൊസൈറ്റി കയറും. തിരിച്ചു വരുമ്പോഴുണ്ടാ രാവിലെ ആ സിറ്റ് ഔട്ടി എടുത്തു വെച്ച സാധനം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. കാരണം എന്താ? കോഫി കുടിക്കാൻ കൊടുത്ത കപ്പ് കഴുകാതെ പോലെ അവിടെ വെച്ചേക്കുക. രാവിലെ കൊടുക്കുമ്പോൾ വീറും വൃത്തിയുള്ള കപ്പായിരുന്നു. തിരിച്ചു വന്നപ്പോഴോ കാഴ്ച ബംഗ്ലാവ് പോലെ എല്ലാ ജീവജാലങ്ങളും കയറി ഇറങ്ങി. ഇതിനിടയ്ക്കെങ്ങാണ് ഇങ്ങേരൊരു കാപ്പി ഇടാനെങ്ങാണ് അകത്ത് കയറിയുള്ള അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കിക്കേ. കാരണം എന്താ? പണ്ട് ബാലരമയ്ക്കകത്ത് നിധി കണ്ടുപിടിക്കാൻ പോയതുപോലെ. കാരണം കോഫി പൊടി എവിടെ ഇറക്കത്തില്ല, ഉള്ള പൊടികളെല്ലാം ഇറക്കി വെച്ചിരിക്കുക. ഇവര് തിരിച്ചു വരുന്നോണ്ടേ 2 പേരുടെ ജോലി എവിടെ ചെയ്യേണ്ടി വരും? അടുക്കളയിൽ ചെയ്യേണ്ടി വരും. ഇത് പുരുഷന് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുരുഷനേക്കാൾ സൂക്ഷ്മ ദൃഷ്ടി ആർക്കാണുള്ളത്? സ്ത്രീക്കാണുള്ളത്. അതുകൊണ്ടാണ് ഈ പെണ്ണ് ഇവിടെ വീട്ടിൽ വന്ന് കയറിയപ്പോണ്ടല്ലോ അവൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹൂദ സംസ്കാരം അനുസരിച്ച് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ കാല് കഴുകി എണ്ണ തേച്ച് ചുംബിച്ച് വേണം സ്വീകരിക്കാനായിട്ട്. ഇതാരും ചെയ്തിട്ടില്ല. അത് യഹൂദ സംസ്കാരം മാത്രമല്ല, ഭാരതീയ സംസ്കാരം അതാണ്. അതുകൊണ്ടാണ് പഴയ വീടുകളിലൊക്കെ മുമ്പിൽ എന്തുണ്ടായിരുന്നു? കിണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴും വീടൊക്കെ വെക്കും, പരിമലച്ചെന്ന് പ്രാർത്ഥിച്ച് മാനാറ് എന്ന സാമിയുടെ കടയിൽ നിന്ന് എടുക്കാൻ വയ്യാത്ത കിണ്ടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരു കിണ്ടിയും വാതുക്കലില്ല. ഇരിക്കുന്ന എവിടെ അറിയാം? ഷോക്കേസിനകത്തിരിക്കുക. എല്ലാ കിണ്ടിയും ഇരിക്കുന്ന എവിടെയാണ്? ഷോക്കേസിലാണ് ഇരിക്കുന്നത്. പക്ഷേ കോവിഡിന്റെ 2ാം ലാപ്പ് ഡെൽറ്റ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി കാല് കഴുകിയാ പോരാ, പിന്നെ എങ്ങനെ കയറണം? കുളിച്ചിട്ട് കയറണം. ആ ഡെൽറ്റ 2 വന്നപ്പോഴത്തേക്ക് എല്ലാവരും നന്നായിട്ട് ഷട്ട് ഡൗൺ ചെയ്തല്ലോ, നന്നായിട്ട് അടച്ചു. വീട്ടിൽ ചില സാധനമൊക്കെ തീരുമ്പം ഗതി കെടുമ്പം ആരെ പറഞ്ഞു വിടുമെന്ന് അറിയോ? വീട്ടിൽ അച്ചായനെ പറഞ്ഞ് പോന്നെങ്കിൽ അങ്ങേര് പൊക്കോട്ടെന്ന് വിചാരിച്ച അല്ലേ? പോയി അവിടെ ചെന്ന് സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോ കഥ തുറന്നു തരുമോ? ഇല്ല. ജനല് തുറന്നു നോക്കൂ. എന്നിട്ട് പറയുന്നതാണ് പോയി കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. അപ്പം ഭാരതീയ പാരമ്പര്യത്തിനും ഇതേ സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ ഇവളിവിടെ വന്ന് കയറിയപ്പോ അവിടുത്തെ കുറവ് അവൾ മനസ്സിലാക്കുന്നതെന്ന് മാത്രമല്ല, ആ വീട് ഒരു പരിണാമത്തിന്റെ ഇടമായിട്ട് മാറുകയാണ്. എന്താ കുഞ്ഞുങ്ങളെ പരിണാമം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ചാൾസ് ഡാർവിൻ. ഡാർവിൻ എന്താ നമ്മളോട് പറഞ്ഞത്? എവല്യൂഷൻ ഓഫ് ലിവിംഗ് തിങ്സ് ഫ്രം യൂണിസെല്ലുലാർ ടു മൾട്ടിസെല്ലുലാർ. ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവിയിലേക്കുള്ള ജീവവംശങ്ങളുടെ പരിണാമത്തെ പറ്റി ഡാർവിൻ നമ്മളോട് പറഞ്ഞു. എന്താണ് പരിണാമ സിദ്ധാന്തം? സ്പിരിച്വൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഭാവി വിശുദ്ധമായി തീരുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് സ്പിരിച്വൽ എവല്യൂഷൻ. ഈ വീട് പരിണാമത്തിന്റെ ഇടമായിട്ട് മാറുകയാണ്. ഞാൻ പറയും, ഇന്ന് നമ്മുടെ ഭവനങ്ങൾ, ഇന്ന് നമ്മുടെ ഇടവക ഈ രാത്രിയിൽ എന്തിന്റെ ഇടമായിട്ട് മാറണം? പരിണാമത്തിന്റെ ഇടമായിട്ട് മാറണം. ഈ പെണ്ണിൽ കാണുന്ന ചില സവിശേഷതകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഒന്ന്, അവൾ ആ വീട്ടിൽ വന്നപ്പോൾ നിന്ന ഇടം പതറാത്ത പാദങ്ങളുടെ പിന്നിലാണ് നിന്നത്. എവിടെയെന്ന്? പതറാത്ത പാദങ്ങളുടെ പിന്നിൽ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം. പിറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഇന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നേതാവിന്റെ കാലിന്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റും? ഇല്ല. തരം പോലെ തൊഴിച്ചു കളിച്ചു. എത്ര കോൺഫിഡൻസോടാണ് ഈ പെണ്ണ് ആരുടെ കാലിലെടുത്ത് നിൽക്കുന്നത്? യേശുക്രിസ്തു. കാലിന്റെ പിറകിൽ എന്ന് പറഞ്ഞാൽ എന്താ? അന്നേരമാണ് നമുക്കൊരു സംശയം. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന കാലിന് പിറകിൽ നിൽക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഇരിപ്പിനകത്ത് എന്താ കുഴപ്പമുണ്ട് അല്ലേ? നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇരിക്കുന്നത് എവിടെ? നിലത്താണോ കസേര? നിലത്തായിരിക്കുന്നത് അല്ലേ? അത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയത്. ഇപ്പൊ ഇരിപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. നോർത്ത് ഇന്ത്യക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എവിടെ? നിലത്തിരുന്ന അല്ലെ? ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാള് ഒരു ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടല്ലേ? നിലത്തിരിക്കുന്നു,
കൊണ്ടുവെക്കുന്നു, ചപ്പാത്തി കൊണ്ടുവെക്കുന്നു, ദാല് കൊണ്ടുവെക്കുന്നു, മുക്കി കഴിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒന്നും ഇരിക്കാൻ തോന്നുക പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ? കുറച്ച് പാവങ്ങൾ ഇവിടെ നിലത്തിരിപ്പുണ്ട് കേട്ടോ. ഈ നമ്മള് പള്ളിയിലൊക്കെ നിലത്തിരിക്കുമ്പോൾ അറിയാം, 2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് എഴുന്നേൽപ്പുണ്ട്. എന്താ മുട്ടുമടങ്ങാതെ ഇരിക്കുന്ന ഈ ഇരിപ്പ് കഴിഞ്ഞ് എഴുന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗാസനത്തിലെ എല്ലാ ആസനങ്ങളും പുറത്തു കൊണ്ടുവന്നെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എല്ലാ പാവങ്ങളും കൊണ്ടുവന്നെങ്കിൽ നമുക്കൊരിക്കലും നിലത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇവിടെ ഈ ഇരിപ്പ് നമ്മൾ നോക്കണം. അപ്പൊ അവിടെ പറയുന്നത് എന്തറിയോ? യേശു ക്രിസ്തുവിന്റെ ഇരിപ്പിനെ പറ്റി അവിടെ ഉപയോഗിക്കുന്ന പദം കാറ്റാക്ലിനോ എന്ന് പറയുന്ന പദമാണ്. കാറ്റാക്ലിനോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. ഇതിനെ സംബന്ധിച്ച് എറ്റിമോളജിക്കൽ സ്റ്റഡി ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ആളാണ് അഭിമന്യു തിരുമേനി. അപ്പൊ കാറ്റാക്ലിനോ എന്ന് പറയുന്ന പദമാണ് യേശുക്രിസ്തുവിന്റെ ഇരിപ്പിനെ കുറിക്കാൻ വേണ്ടി അതിന് കൊടുക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷ റിക്ലൈൻ എന്ന് പറയുന്ന വാക്കാണ്. റിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മുടെ പഴയ വീടിന്റെ മുമ്പിൽ എന്തായിരുന്നു? ചാരുകസേര ഉണ്ടായിരുന്നു അല്ലേ? അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് റിക്ലൈനർ. ഒരു കാലത്ത് അമ്മച്ചിമാര് സമാധാനത്തോടെ ജീവിച്ചത് എന്തുള്ളതുകൊണ്ടാണെന്നറിയാമോ? ഈ ചാരുകസേരകളുണ്ട്. കാരണം വീട്ടിൽ പിള്ളേരുടെ എണ്ണം കൂടുതലാ, വരുമാനം കുറവാ, ഭക്ഷണം കുറവാ. രാവിലെ ഈ മൂപ്പിലാൻ കയറി അളന്നു കൊടുക്കും. എന്താ? 20 അരിയും ഇടങ്ങഴി ചീനിയും. ഇത് കൂടുതൽ എടുത്താൽ അമ്മച്ചിക്ക് ഇടി ഉറപ്പാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന്റെ കണ്ണ് തെറ്റിട്ട് വേണമെങ്കിൽ അധികം വെച്ചിട്ട് പിള്ളേർക്കൊക്കെ വയറു നിറച്ച് കൊടുക്കാൻ. ബഡ്ജറ്റ് താളം തെറ്റുന്നതുകൊണ്ട് ഈ അപ്പച്ച സമ്മതിക്കത്തില്ല. പിന്നെ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, വീടിന്റെ പുറത്ത് ഈ റിക്ലൈനർ ഉണ്ടല്ലോ, രാവിലെ ഈ സാധനത്തെ എടുത്തു കൊണ്ടുവന്ന് ഇതിനകത്തിടാം. കാരണം ഇത് തുണിസഞ്ചി പോലെ ഇല്ലയോ, ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നടക്കൊന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടങ്ങ് എത്തിക്കും അല്ലെ? കോളാമ്പി, ചെല്ലം, മുറുക്കാൻ ഇതെല്ലാം കൊണ്ടുവന്ന് എത്തിക്കും. ഇങ്ങനെ ഒരിക്കലും എങ്ങോട്ട് കയറ്റത്തില്ല, പൊറിക്കത്തുള്ളൂ. എങ്കിലേ വീണ്ടും സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഇതാ ക്രിസ്തുവിന്റെ ഇരിപ്പെന്ന് പറഞ്ഞാൽ യഹൂദർ ആഘോഷവേളകളിൽ ഒരു ഉയരം കുറഞ്ഞ തരത്തിലുള്ള ഒരു സൈസ് കട്ടിലുണ്ട്. അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇടതു ഭാഗത്തോട്ട് കുഷ്യനിൽ ഒന്ന് പുറകോട്ട് ചരിഞ്ഞ് കാല് രണ്ടും ഒന്ന് മടക്കി വലത് കൈ ഫ്രീക്വന്റ് ആയിട്ടിരിക്കുന്ന ഇരിപ്പിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിക്ലൈൻ, കാറ്റാക്ലിനോ എന്ന് പറയുന്നത്. അപ്പൊ കാല് കുറച്ച് പുറകോട്ട് മടക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീ വന്ന് എവിടെ നിന്നു എന്ന് പറയുന്നത്? കാലിന്റെ പിറകിൽ. എന്തിനാ അവള് കാലിന്റെ അവിടെ നിന്നത്? ഒരു ചിന്തകൻ പറയുന്നുണ്ട്, പാദങ്ങൾ ജീവിതത്തെ കുറിക്കുന്നതാണ്. പാദങ്ങൾ എന്തിനെ കുറിക്കുന്ന? ജീവിതം. നമുക്കറിയാം നമ്മുടെ ജീവിതം ഇപ്പോഴും ശരിയായിട്ടില്ല. ഷീമോന്റെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളുടെ രുചി കേട്ടല്ലേ അവൾ വന്നത്. എന്തിനു വേണ്ടിയാ വന്നത്? ജീവിതം ശരിയാക്കാൻ വേണ്ടി വന്നവളാണ്. ഇന്ന് രാത്രി നിങ്ങൾ എന്തിനാ ഈ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്? ശരിയാകാത്ത ജീവിതത്തെ ശരിയാക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ പാടാറുണ്ടല്ലോ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല. അയ്യോ, ജീവിതം ഇന്നും. നമ്മുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശരിയാ, ചുറ്റുവട്ടം ഇരിക്കുന്നവരുടെ ജീവിതമാണ് ശരിയാകാത്തത്. നമ്മൾ എന്തിനു വേണ്ടിയാ വന്നത്? ജീവിതം ശരിയാക്കാനാ. ആ ജീവിതം ശരിയാക്കണമെങ്കിൽ എന്തു വേണം? ജീവിതം നോക്കി പഠിക്കണം. ക്രിസ്തുവിന്റെ പാദങ്ങളിൽ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ടാ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന പാദം ജീവിതത്തെ കുറിക്കുന്നതാ. നമ്മുടെ കൊച്ചുമക്കളൊക്കെ അപ്പന്റെ അമ്മയുടെ കാല് തൊട്ട് വന്നിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അപ്പന്റെ അമ്മയുടെ കാലിലെ സൗന്ദര്യം കണ്ടിട്ടാണോ? ഇതിന് സൗന്ദര്യമുണ്ടോ? കൂത്തുപിടച്ചൊക്കെ ഇരിക്കും, വെടിച്ചു കയറിയിരിക്കും, നഖം വളർന്നിരിക്കും. പക്ഷെ ആ കാലിൽ നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? എന്ത് കാണാൻ പറ്റും? ജീവിതം കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കാലിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇത് കലികാലം അല്ലേ? ഞാൻ പുരാണ അർത്ഥത്തിലല്ല പറയുന്ന കലികാലം എന്ന്, ഞാൻ സാധാരണ അർത്ഥത്തിൽ വിവക്ഷിക്കുക കലികാലം എന്ന്. ഇത് കലികാലമായെന്ന് അറിയണമെങ്കിൽ എന്ത് മതി? നമ്മുടെ വീട്ടിലോട്ട് നോക്കിയാൽ എല്ലാവർക്കും അങ്ങ് ദേഷ്യമാണ്. ആണോ? മുൻകാലത്തേക്കാൾ നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ദേഷ്യമാണോ? ആണോ? ആണോ? അച്ചായന് ഭയങ്കര ദേഷ്യം, മൂക്കിന്റെ അറ്റത്താ ദേഷ്യം ഇരിക്കുന്നത്. അതിനെക്കാട്ടി ദേഷ്യമാണ് ആർക്കുള്ളത്? ആന്റിക്കുള്ളത്. അതിനെക്കാട്ടി ദേഷ്യമാണ് തന്റെ മുട്ടേനെ വിരിയാത്ത കൊച്ചുങ്ങൾ. ചിലതൊക്കെ അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പേരൻസ് ഒക്കെ പേടിച്ചാ നിൽക്കുന്നത്. അയ്യോ സാറേ, ഞാൻ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടണം, ഞാൻ സ്കൂളിൽ എന്നാ വരേണ്ടത് ഒക്കെ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഒന്ന് ദേഷ്യമാണെന്നേ. ഇത് കലികാലമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കലി കൂടുന്ന കാലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അക്ഷരികാർത്ഥത്തിലാണ് ഞാൻ വിവക്ഷിക്കുന്നത്. കലികാലമാണിത് അല്ലേ? ഈ മനുഷ്യന്റെ കലി കയറുന്നതിലേ കൂടെ, കലി കയറുന്നതിലേ കൂടെ, കാലേ കൂടെ. കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല, അത് കേട്ടപ്പോ എന്റെ കാലിന്റെ പെരുവരലെ നിങ്ങൾ പെരുത്തു വന്നു അല്ലേ? അപ്പൊ പെരുപ്പ് തുടങ്ങുന്നത് എവിടുന്ന? കാലേന്ന് പെരുപ്പ് തുടങ്ങുന്നത് അല്ലേ? കലി കയറാൻ തുടങ്ങുന്നതിലെ കൂടെ, കാലേ കൂടെ. രണ്ട് ജീവൻ പോയി തുടങ്ങുന്നതിലെ കൂടെ അറിയാം. ആരാധനാശാസ്ത്രം പറയുന്നുണ്ട്, കാലിൽ തുടങ്ങി തലവരെയത്തോളം അനുതാപത്തിനായി ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കാല് തണുക്കുമ്പോൾ ഓർത്തോണം എന്ന് പോകാൻ തുടങ്ങുവാണ്.
എന്ത് പോകാൻ തുടങ്ങുന്നു? അല്ല, പലരും ഇന്ന് കാല് തിരുമ്പി നോക്കുന്നു. ഇപ്പോഴാ തണുത്തോന്ന് നോക്കുന്നത് കേട്ടോ. എന്തായാലും ഉടനെ ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഈ കാല് തണുക്കാൻ തുടങ്ങുമ്പോഴാ. ഈ അടുത്ത സമയത്ത് ഒരു അപ്പച്ചൻ ഗുരുതരാവസ്ഥ കിടക്കുക. 3 മക്കളാ, 2 പേര് ലണ്ടൻ, ഒരാൾ കാനഡ. വിളിച്ചു പറഞ്ഞു 3 പേര് നാട്ടിൽ വന്നു. തിങ്കളാഴ്ചയാണ് നാട്ടിൽ വന്നത്. അവർക്ക് പോകേണ്ടത് ശനിയാഴ്ചയാണ്. ഇവർ വന്ന എന്തിനു വേണ്ടിയാണ്? അപ്പച്ചൻ ജീവനോടെ കിടക്കുക. എന്തിനു വേണ്ടിയായിരിക്കും? ശനിയാഴ്ചക്ക് മുമ്പ്. അപ്പം തിങ്കളാഴ്ച വന്നതിന്റെ ക്ഷീണം കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച മുതൽ 3 പേരും അപ്പച്ചന്റെ അടുത്ത് കസേരയിട്ടിരിക്കുക. ഓരോ മണിക്കൂർ കഴിയും തോറും ഇവർ ചെന്നിട്ട് അപ്പച്ചന്റെ കാല് പിടിച്ചു നോക്കുക. എന്തായോന്നാ? തണുത്തോ എന്നാ നോക്കുന്നേ. എന്തായാലും 3 പേരും മാറിയും തിരിഞ്ഞ് ഓരോ മണിക്കൂർ കഴിഞ്ഞ് പിടിച്ചു നോക്കി. അപ്പച്ചന്റെ കാലം ചൂട് പിടിച്ചു. പിന്നെ 6 മാസത്തോടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി വരുന്നവരൊക്കെ ശ്രദ്ധിച്ചു വേണം കാലം പിടിക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, കലി കയറുന്ന കാലേ കൂടെ ആണെങ്കിൽ കാലം കയറുന്നത് ഇതിലേ കൂടെ കാലേ കൂടാണ്. പക്ഷെ കാല് ജീവിതത്തെ കുറിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം, നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. കാരണം എന്താ? അത് കാലിന്റെ സൗന്ദര്യമല്ല, അവിടെ എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്. ഇപ്പൊ ഈ പള്ളിക്കകത്തുണ്ട്. ഹോളിവുഡിനെയും ബോളിവുഡിനെയും മോളിവുഡിനെയും മദർ തെരേസയുടെ കൊണ്ട് നിർത്തിയാൽ ആൾക്കാർ വന്ന് തൊട്ടു വണങ്ങുന്ന കാല് ആരുടെ ആയിരിക്കും? മദർ തെരേസയുടെ. കാരണം എന്താ? ഹോളിവുഡിന്റെ എന്താ വിടത്തെ? ബോളിവുഡിന്റെ എന്താ വിടത്തെ? കാലിന്റെ ചന്തം എന്ന് പറഞ്ഞ ജീവിതമാണ്. കാലിന്റെ സൗന്ദര്യം ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാദങ്ങൾ ജീവിതത്തെ കുറിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ഉഴപ്പ് കാണിച്ചിട്ടുള്ള എന്തിനാണെന്നറിയാമോ? പകർത്തി എഴുതാൻ അല്ലേ? കോപ്പി റൈറ്റിംഗ് 4 ലൈൻ ഉണ്ട്, 2 ലൈൻ ഉണ്ട്. ഏറ്റവും അധികം ഉഴപ്പ് കാണിക്കുന്ന ഇതിനകത്തായിരിക്കും. അപ്പൊ ചില ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ എന്തെഴുതി കൊടുക്കുന്നത്? പകർത്തി എഴുതി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മളെ എന്ത് ശരിയായിട്ടില്ല? ഹാൻഡ് റൈറ്റിംഗ്. കാരണം എന്താ? പകർത്തി എഴുത്ത് ശരിയാകാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ പാദത്തിൽ ജീവിതം പകർത്തുകയാണ് ഇവൾ. യേശുവിന്റെ പാദത്തിൽ ജീവിതം പകർത്തുകയാണ്. ഈ സുവിശേഷ യോഗത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിയപ്പെട്ടവരെ. ഇന്നും നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് യേശുവിന്റെ ജീവിതത്തെ ഒന്ന് സാംശീകരിക്കുവാൻ തക്കവണ്ണമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലം ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ പഠിക്കാനുള്ള കാലമാണ്. പഠിക്കാനുള്ള കാലം. വിശുദ്ധ പൗലോസ് ശ്ലീഹയെ പറ്റി പറയുന്ന ഒരു പാരമ്പര്യ കഥയുണ്ട്, പാരമ്പര്യ സംഭവം. അതായത് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. കാലൊക്കെ ചങ്ങലയിട്ട് പൊട്ടിയൊലിച്ചു, നീര് വന്ന് വീർത്തിരിക്കുന്നു. വേദന സഹിക്കവയ്യാതെ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്ന് ഇങ്ങനെ ഞരങ്ങുന്നുണ്ട്. കാരാഗ്രഹത്തിന്റെ കാവൽക്കാരൻ വന്നിട്ട് പൗലോസിനോട് ചോദിക്കുന്നുണ്ട്, പൗലോസ്, നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ആ കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ അർത്ഥമുണ്ട്. എന്താ അറിയോ? നിനക്ക് പഠിത്തമുണ്ട്. ഗമാലിയലിന്റെ പാദപീഠത്തിൽ നീ പഠിച്ചതാ. എല്ലാ ഫിലോസഫിയും നിനക്കറിയാം. നീ യഹൂദനാ, നീ റോമ പൗരനാ. നിനക്കിതിന്റെ കാര്യമുണ്ടോ? നിനക്കിതിന്റെ കാര്യമുണ്ടോ? ഇത്രയും വേദന അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? പൗലോസ് അവനോട് പറയുന്ന മറുപടി ഉണ്ട്, എന്റെ മുറിവുകൾ എന്റെ പ്രശംസയായ യേശുവിന് വേണ്ടിയാണ്. പൗലോസ് ശ്ലീഹയുടെ കാലിൽ നോക്കിയാൽ നമുക്ക് ആരെ കാണാൻ പറ്റും? യേശുവിനെ കാണുവാനായിട്ട് പറ്റും. പൗലോസ് ശ്ലീഹയുടെ കാലിൽ നോക്കിയാൽ യേശുവിനെ കാണുവാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടുകൾ, നമ്മുടെ ജീവിതം പരിണാമത്തിന്റെ ഒരു ഇടമായി രൂപപ്പെടുന്ന അനുഭവമാക്കി തീർക്കുകയാണെങ്കിൽ യേശുവിന്റെ തിരുപാദത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നോക്കി പഠിക്കുന്ന ഒരു സന്ധ്യയായിട്ട് ഇത് മാറണം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിന്ന് ജീവിതം പഠിക്കുന്ന ഒരു ഇടമായിട്ട് ഇത് രൂപപ്പെടണം. രണ്ടാമത്, നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും, നിന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ഇരുന്നോണ്ട് പറ്റുമല്ലോ. ഇരുന്നോണ്ട് തന്നെ ഇപ്പൊ എവിടെല്ലാം പോയി കാണും അല്ലെ? ഒരു ടിക്കറ്റും വേണ്ട, എവിടൊക്കെ പോയി കാണും. രണ്ടാമത് അവളൊരു സഞ്ചാരത്തിൽ, അവിടെ ആത്മാവ് അനുതാപത്തിലേക്ക് സഞ്ചരിച്ചു. ഈ നോമ്പിന്റെ തീർത്ഥാടനം അതാണ്, അനുതാപത്തിലേക്ക് സഞ്ചരിക്കണം. കാരണം എന്താ? 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ പാദത്തിൽ നോക്കാൻ തുടങ്ങിയപ്പോ മഴ പോലെ പെയ്യാൻ തുടങ്ങി. എന്താ എന്താ കണ്ണീർ? ഇന്ന് സന്ധ്യക്ക് നമ്മൾ ചൊല്ലിയല്ലോ, താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. യേശുവിന്റെ പാദത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങുക? കരയാനായിട്ട് തുടങ്ങുക, കരച്ചിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൽ നിങ്ങൾ പള്ളിയിൽ വരേണ്ടത് എങ്ങനെയാണെന്നറിയാം. ആട് വേണ്ട, മാട് വേണ്ട, പ്രാവ് വേണ്ട, ചെങ്ങാലി വേണ്ട. ദൈവം തമ്പുരാന് സമർപ്പിക്കാനുള്ള അനുതാപത്തിന്റെ 2 തുള്ളി കണ്ണുനീരുമായിട്ട് വേണം നിങ്ങൾ എവിടെ വരാൻ?
ഈ പള്ളിയിൽ വരാനായിട്ട്. എപ്പോഴേ കരച്ചിലുണ്ടാകുന്നത് നമുക്കറിയാം. നാഥാൻ പ്രവാചകൻ പാപത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? കരഞ്ഞു. പത്രോസ് തന്റെ കുറവുകളെ പറ്റി ഓർത്തപ്പോൾ അവൻ പുറത്തിറങ്ങി എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. ഇവളിതാ യേശുവിന്റെ കാലയിലേക്ക് നോക്കിയപ്പോഴാണ് തിരിച്ചറിയുന്നത് സ്വന്തം ജീവിതത്തിന്റെ വൈകൃതം എന്താണെന്ന്. നമ്മളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കെല്ലാം പാപങ്ങളുള്ളവരാ, നമ്മളൊക്കെ കുറവുള്ളവരാ, നമ്മളൊക്കെ വീഴ്ചയുള്ളവരാ. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. സ്വയം നീതിമാനം നേടുന്നവരെ അവൻ അയ്യോ കഷ്ടമെന്ന യാക്കോബ് ശ്ലീഹ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ ഓർത്ത് കരയേണ്ട ഒരു തലമായിട്ട് ഇത് മാറേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെട്ടൊരു പദമാണല്ലോ ലിങ്ക് എന്ന് പറഞ്ഞത്, അല്ലേ? ലിങ്ക്. കാരണം പള്ളികളൊക്കെ അടയ്ക്കപ്പെട്ടു, ആരാധന പള്ളി നടക്കുന്നുണ്ട്, ജനത്തിന് വരാൻ പറ്റുന്നില്ല. അപ്പൊ പള്ളിയിൽ നിന്ന് എല്ലാവർക്കും എന്താ അയച്ചു കൊടുക്കും? ലിങ്ക് അയച്ചു കൊടുക്കും, അല്ലേ? ഈ പള്ളിയിൽ നിന്ന് അമേരിക്ക പോലുള്ളവർക്ക്, യൂറോപ്പിലുള്ളവർക്ക്, മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക്, പള്ളിയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന എന്താ അയച്ചു കൊടുക്കും? ലിങ്ക്. എല്ലാവരും കയറുന്നത് എങ്ങനെ? ലിങ്കിൽ തൊട്ടാണ് പള്ളി കയറുന്നത്. ഇപ്പൊ ഇതാ ഓഫ്ലൈന് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം കയറാം. മറ്റേത് കിടന്ന കിടപ്പി ബർമുളയിട്ടുണ്ട്, സ്തുതി ദൈവത്തിന് ഉയർത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യും കുപ്പി കിടക്കുന്ന കിടപ്പെന്ന് പറഞ്ഞാൽ. ഞാൻ ഈ ലിങ്ക് എന്ന് പറഞ്ഞ പദം കൊണ്ടുവന്നതിന്റെ കാരണം, ഇവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അലർന്ന ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് ശീമോൻ നനയ്ക്കാത്ത പാദങ്ങൾ അവള് കണ്ണുനീർ കൊണ്ട് നനയ്ക്കുകയാണ്. ഞാൻ പറയും, ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ്. അനുതാപത്തിന്റെ കണ്ണുനീർ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കുള്ള ലിങ്കാണ്. അനുതാപത്തിന്റെ കണ്ണുനീർ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കുള്ള ലിങ്കാണ്. നമുക്കറിയാം, ഒരു പിറന്നു വീഴുന്ന കുഞ്ഞ് ആദ്യം അറിയുന്ന രുചി എന്തിന്റെ രുചിയാ? പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് ആദ്യം അറിയുന്ന രുചി എന്തിന്റെ രുചിയാ? കണ്ണീരിന്റെ രുചിയാണ്. കാരണം പറക്കുന്ന കൊച്ചുങ്ങളൊക്കെ എങ്ങനെ പറക്കുന്നത്? കരഞ്ഞോണ്ടാ പറക്കുന്നത്. ഏതെങ്കിലും കൊച്ച് കരഞ്ഞില്ലെങ്കിൽ പിറപ്പിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യും? കരയിപ്പിക്കും. കരഞ്ഞെങ്കിലേ ലങ്സ് ഓപ്പൺ ആവത്തുള്ളൂ. ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ വായിലേക്ക് ഇറങ്ങും. നോക്കിക്കേ, ദൈവം എത്ര കൃത്യമായിട്ടാ കണ്ണീരിന്റെ രുചി അറിയാനാ വായ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. കണ്ണീരിന്റെ രുചി എന്താ? ഉപ്പുരസവ. അതുകൊണ്ടാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയത്, ഇടയ്ക്ക് കണ്ണീർ ഉപ്പു പുരട്ടാൻ എന്തിന് ജീവിത പലഹാരം. ഇടയ്ക്ക് കണ്ണീർ ഉപ്പു പുരട്ടാൻ എന്തിന് ജീവിത പലഹാരം. കണ്ണീരിന്റെ ഉപ്പ് വീണില്ലെങ്കിൽ ജീവിതമാകുന്ന പലഹാരത്തിന് എന്ത് ടേസ്റ്റാ ഉള്ളത്? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ കരഞ്ഞ നിമിഷങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും, എന്താ? അന്നൊഴുക്കിയ കണ്ണുനീരാണ് എന്റെ ജീവിതത്തിന്റെ രുചി എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചില നിസ്സഹായതകളിൽ ഒറ്റപ്പെട്ടിരുന്ന് കരഞ്ഞു എന്ന് ഓർത്ത് നോക്കിക്കേ. അന്നൊഴുക്കിയ കണ്ണുനീരാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ടേസ്റ്റ്. ഇടശ്ശേരി എന്ന് പറയുന്ന കവി എത്ര ഭാവനാത്മകമായി ജീവിതഗന്ധിയാണ് ആ വരികൾ കുറിച്ച് വെക്കുന്നത്. ഇടയ്ക്ക് കണ്ണീർ ഉപ്പു പുരട്ട എന്തിന് ജീവിത പലഹാരം. ഈ ഭാരതത്തിന്റെ ഇതിഹാസമാണ് മഹാഭാരതം. മഹാഭാരതത്തില് നമുക്കറിയാം, മഹാഭാരതം എഴുതിയാരാ? മഹാഭാരതം എഴുതിയ വേദവ്യാസനാണ്. ആരെഴുതിയ? വേദവ്യാസൻ. മഹാഭാരതം എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നറിയാം? പ്രധാനപ്പെട്ട എത്ര ഗ്രൂപ്പുള്ളത്? 2 ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? കൗരവരും പാണ്ഡവരും. ഈ 2 ഗ്രൂപ്പുകാർ നടത്തുന്ന യുദ്ധമാണ് ഏത് യുദ്ധം എന്നറിയപ്പെട്ടത്? കുരുക്ഷേത്ര യുദ്ധമെന്ന് അറിയപ്പെട്ടത്. നമ്മുടെ പള്ളിയിലൊക്കെ ഇപ്പൊ എത്ര ഗ്രൂപ്പാണെന്നറിയാം? ആ യുദ്ധത്തിന് പറയുന്ന പേരെന്തായിരിക്കും? 2 ഗ്രൂപ്പുകാർ നടത്തിയ യുദ്ധത്തിന്റെ പേരാ ഏത് യുദ്ധം? കുരുക്ഷേത്ര യുദ്ധം. ഈ പാണ്ഡവരുടെ അമ്മ ആരാന്നറിയാം? കുന്തി. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞ സന്തോഷം വന്നാലും കരയും, സങ്കടം വന്നാലും എപ്പോഴും കരച്ചിലാണ് കുന്തിയുടെ ഒരു ഭാവം. എന്നിട്ട് യുദ്ധം ജയിച്ച കാര്യം കൃഷ്ണൻ വന്നിട്ട് പറയുന്ന, കുന്തി നീ അറിഞ്ഞോ നിന്റെ മക്കൾ യുദ്ധം ജയിച്ചു? അപ്പോഴും കുന്തി ഇരുന്ന് എന്ത് ചെയ്യുക? കരയുക. കൃഷ്ണൻ ചോദിക്കുക, എന്താ കുന്തി ഇത് ഇങ്ങനെ കരയുന്ന എന്തിനാ? അപ്പൊ അവള് കൃഷ്ണനെ നോക്കുന്ന ഒരു രംഗുണ്ട്. നിറക്കണ്ണുകളോടെ, നിറമിഴി, പുറത്തോട്ട് തുളുമ്പത്തില്ല, കണ്ണിങ്ങനെ നിറഞ്ഞ് ഇരിക്കും. നിറമിഴികളോടെ കൃഷ്ണനെ നോക്കിയിട്ട് പറയുന്ന ഒരു വാദമുണ്ട്, കൃഷ്ണ, ഈശ്വര, ഞാൻ കരയുന്ന എന്തിനാന്നറിയാമോ? എനിക്ക് ഇപ്പോഴും നിന്നെ മനസ്സിലായിട്ടില്ല. നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കരയുന്നത്. ഒരു പെണ്ണ് കരയുന്നത് ഈശ്വരനെ അറിയാനാണെന്ന് ഭാരതത്തിന്റെ ഇതിഹാസം പറയുകയാണ്. രണ്ടിതാ ഒരു പാപിനിയായ സ്ത്രീ വന്ന് ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിന്ന് കരയുക. എന്തിനാണെന്നറിയാവോ? അവനെ അറിയാൻ വേണ്ടിയാണ്. അനുതാപത്തിന്റെ കണ്ണുനീർ അറിയുവാൻ വേണ്ടിയുള്ള കണ്ണുനീരാണ്. ആരെ അറിയുവാനാണ്?
യേശുവിനെ അറിയുവാനുള്ള കണ്ണുനീരാണ്. മാത്രമല്ല, കണ്ണീരിന്റെ ഉപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദ ചിന്തകനായ ഫിലോ പറയുന്നു, അറിയോ, അറേബ്യൻ പാരമ്പര്യത്തിലും യഹൂദ പാരമ്പര്യത്തിലും രണ്ടു പേര് സുഹൃത്തുക്കളാണെന്ന് കുറിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസ് ഉണ്ട്. There is salt among us. ഞങ്ങൾക്കിടയിൽ ഉപ്പുണ്ടെന്ന് അവർ പറയുന്നത്. രണ്ടു പേര് ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ കുറിക്കുന്ന വാക്കെന്താണ്? ഞങ്ങൾക്കിടയിൽ എന്തുണ്ടെന്നാണ്? ഉപ്പുണ്ട് എന്നാണ്. ഞാനും ബേബി ജോൺ അച്ഛനും തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദം ഞങ്ങൾക്കിടയിൽ എന്തുണ്ട്? ഉപ്പ്. എവിടെ ഉപ്പുണ്ട് അവിടെ എന്തുണ്ട്? നനവുണ്ട്. അല്ലേ? ഇതാണ് നനവുള്ള സൗഹൃദം എന്നൊക്കെ കേട്ടില്ലേ? നനവുള്ള സൗഹൃദം. ഇവിടെ ഇതാ അവൾ ആഗ്രഹിക്കുക, കണ്ണീരിന്റെ ഉപ്പ് ക്രിസ്തുവിന്റെ പാദപീഠത്തിലെത്തിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ചങ്ങാതിയായിട്ട് ആരെ വേണം? യേശുവിനെ വേണം. എനിക്ക് ഒത്തിരി ചങ്ങാതിമാരുണ്ടായിരുന്നു, ഇനി ഇവിടെയൊന്നും വേണ്ട. ഇനി എനിക്ക് ആരെയാ വേണ്ടത്? എന്റെ ചങ്ങാതിയായി ആരെ വേണം? യേശു. നോക്കിക്കേ, എത്ര ഹൃദയമായ അനുഭവം. ഇവിടുന്ന് ഒരു തീരുമാനമെടുത്ത് മടങ്ങാൻ കഴിയണം. എന്റെ ചങ്ങാതിയായി എനിക്ക് ആരെ വേണം? യേശുവിനെ വേണം. ഹൃദയമായ ഒരു അനുഭവം, അല്ലെ? പിന്നെ പഴയ നിയമ പാരമ്പര്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഉപ്പെന്ന് പറഞ്ഞാൽ യാഗവസ്തുവിനെ ഒഴിവാക്കാൻ പറ്റാത്ത അനുഭവം, വസ്തുവാണ്. ലേവ്യർക്ക് എഴുതിയല്ലേ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കരുത്. ലേവ്യ 2:13. യാഗം എവിടെയുണ്ട് അവിടെ എന്ത് വേണം? ഉപ്പ് വേണം. നമുക്കറിയാം, വിശുദ്ധ കുർബാനയപ്പം കുഴച്ചു വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചേർക്കാറുണ്ട്? ഉപ്പ് ചേർക്കാറുണ്ട്. അർപ്പിത വസ്തുവിനെ ഒഴിവാക്കാൻ പറ്റാത്ത വസ്തുവാണേത്? ഉപ്പ്. ഇത് തന്നെ നമ്മൾ ഓർക്കുക. ഇവൾ അവിടെ വെച്ച് തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം എടുക്കുന്നത് അറിയോ? യേശുവേ, കണ്ണീരിന്റെ ഉപ്പിറ്റിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുക, നിനക്ക് യാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. നോക്കിക്കേ, അനുതാപത്തിന്റെ കണ്ണുനീർ യേശുവിന്റെ പാദങ്ങളെ ഇറ്റിക്കുമ്പോൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, യേശുവേ, നിനക്ക് യാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാത്രമല്ല, ആ കാലത്തിന് മറ്റൊരു പ്രത്യേകത, ബാബിലോണിയ പേർഷ്യ രാജാക്കന്മാര് അവര് ശത്രു രാജാക്കന്മാരുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെന്ത് കഴിച്ചിട്ടാ പോകുന്നത്? ഉപ്പ് കഴിച്ചിട്ടാ പോകുന്നത്. നമ്മുടെ നാട്ടിൽ പറയും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന്. പക്ഷേ പേർഷ്യൻ രാജാക്കന്മാരും ബാബിലോൺ രാജാക്കന്മാരും ഒക്കെ ശത്രു രാജാക്കന്മാരുമായിട്ട് സമാധാന ഉടമ്പടി എന്ന് പറഞ്ഞാൽ സമാധാന ഉടമ്പടിയുടെ പ്രതീകമാണ് എന്നു പറയുന്നത് ഉപ്പെന്ന് പറയുന്നത്. ഇവളൊരു തീരുമാനം എടുക്കുക, ഇത്ര കാലം ഞാൻ യേശുവിന്റെ വഴിയിലല്ലായിരുന്നു, ഇതാ യേശുവുമായി ഒരു ഉടമ്പടിക്ക് സൈൻ ചെയ്യാൻ പോവാ. എന്തുകൊണ്ടാ സൈൻ ചെയ്യുന്നത്? അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട്. ഇനി ഞാൻ നിന്റെ വഴിയിലാണ്. നോക്കിക്കേ, ഒരു പെണ്ണ് യേശുവിന്റെ പാദത്തിൽ വന്ന് കരയുമ്പോൾ അതിന്റെ സമഗ്രമായ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന്, ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കുള്ള ലിങ്കാണ്. കരയണം പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ലക്ഷ്യം അറിയോ? യേശുവിന്റെ ഹൃദയത്തിൽ ചേക്കേറുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാകേണ്ട കാര്യം. 2, നമുക്കറിയാം, യേശുവിനെ അറിയലാണ് നമ്മുടെ കണ്ണുനീര്. യേശുവിനെ ചങ്ങാതിയായി സ്വീകരിക്കലാണ് നമ്മുടെ കണ്ണുനീര്. യേശുവിന് യാഗമായി തീരാനുള്ള സന്നദ്ധതയാണ് അനുതാപത്തിന്റെ കണ്ണുനീര്. യേശുവുമായുള്ള യേശുവിന്റെ വഴിയിലേക്കുള്ള പ്രയാണത്തിന്റെ സന്നദ്ധതയാണ് എന്നത് പറയുന്നത് കണ്ണുനീര്. അപ്പം അവൾ നിന്നുകൊണ്ട് സഞ്ചരിച്ചു. എവിടേക്കാ സഞ്ചരിച്ചത്? അനുതാപത്തിലേക്ക്. 3ാമത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും, അവൾ ക്രിസ്തുവിന്റെ വകയായി സമർപ്പിക്കുന്നു. അവൾ ക്രിസ്തുവിന്റെ വകയായി സമർപ്പിക്കുന്നു. കാരണം എന്തറിയോ? അവിടേക്ക് അവൾ വരുന്നത്, കയറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തല മറയ്ക്കാതെ മുടി അഴിച്ചിട്ടുകൊണ്ടാണ് ആര് വരുന്നത്? ഈ സ്ത്രീ വരുന്നത്. തല മറയ്ക്കാതെ മുടി അഴിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ കുലീനയായ ഒരു സ്ത്രീ അന്യപുരുഷന്റെ മുമ്പിൽ തല കാണിക്കത്തില്ല, മുടി അഴിച്ചില്ല. ഇവൾ എന്തിനായിരിക്കണം മുടി അഴിച്ച് തല കാണിച്ചത്? അതൊരു റിയൽ കൺഫെഷനാണ്. ക്രിസ്തുവേ, എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല, എന്റെ ജീവിതം ഇതാണ്. ഇതൊരു തുറവിയാണ്. ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് തുറവിയോടെ വേണം വരാൻ. യഥാർത്ഥമായ കുമ്പസാരമാണ് അവൾ നിർവഹിക്കാനായിട്ട് പോകുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വിരിയേണ്ട അനുഭവമാണ് കുമ്പസാരം. നാട്യങ്ങളില്ലാത്ത ആരാധനയ്ക്ക് അവൾ വരുന്നത്. നമ്മൾ ഇന്ന് പള്ളി വരുന്നത് എങ്ങനെയാണ്? 6 ദിവസം പോയിരുന്ന മുഴുവൻ കൊള്ളരുതായ്മകളും മറയ്ക്കാൻ തക്കവണ്ണം പറയുന്ന, നല്ല ഡ്രസ്സ്, നല്ല പാന്റ്, നല്ല ഷർട്ട്, വെള്ള സാരി, വെളുത്ത ബ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് കഴിഞ്ഞ് അച്ചായൻ അങ്ങോട്ട് നോക്കുമ്പോൾ ആന്റി നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട്, ദൈവമേ, കഴിഞ്ഞ 6 ദിവസം എന്റെ കൂടെ കഴിഞ്ഞോളൂ തന്നെയാണോ ഇവളെന്ന് മനസ്സുകൊണ്ട് ചോദിച്ചു. കാരണം എന്താ? നമ്മൾ പലപ്പോഴും ഇന്ന് നാട്യങ്ങളുടെ ആരാധനയാണ് നിർവഹിക്കുന്നത്, അല്ലേ? ഞാന് നല്ല തിളക്കമുള്ള കാപ്പായൊക്കെ ഇട്ടുണ്ട്
അൾത്താരയുടെ മുമ്പിൽ നിൽക്കാന്നുള്ളപ്പോൾ എന്റെ മനസ്സാക്ഷിയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ശരിയായ ഒരു ആരാധനയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ശരിയായ ഒരു കൺഫഷൻ നമ്മൾ നടക്കണം. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. യേശുവേ, എനിക്ക് മറയ്ക്കാനൊന്നുമില്ല, ഞാൻ പാപിനിയാണ്, എന്റെ ജീവിതം ഇതാണ്, നീ ഇത് തിരിച്ചറിയുന്നവനാണ്. കല്യാണം നടത്തുന്ന സമയത്ത് രണ്ടുപേരുടെയും കൂടെ കൈ പിടിച്ച് വരുമ്പോ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓർക്കുന്നുണ്ടോ? കൈ പിടിച്ചെന്നെ ഓർക്കുന്നുണ്ടോ? പലരെയും കണ്ടിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ലെന്ന മട്ടിലാണ്. ഉണ്ടോ? കൈ പിടിച്ചെന്നെ ഓർക്കുന്നോ? ഉണ്ട്. അങ്ങനെ ചൊല്ലിയ പ്രാർത്ഥനയുണ്ട്. ഹൃദയ വിചാരം. ദൈവമേ, എത്ര കല്യാണത്തിന് പങ്കെടുത്തിട്ടിരിക്കുന്ന ഇരിപ്പാന്നറിയാവോ അല്ലേ? ശരീരത്തിന്റെ പകുതി തന്നെ കല്യാണം കൊണ്ടുണ്ടോ എത്രയായത്? എന്നിട്ട് ഒരു പ്രാർത്ഥന ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. ഹൃദയ വിചാരം അറിയാത്തവന്റെ മുമ്പിലല്ല, പിന്നെ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നേ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? രണ്ടിനയുടെ കൈ പിടിച്ച് അങ്ങോട്ട് വിടാൻ പോവാ. ലോകത്തെ കാണിക്കാൻ വേണ്ടിയല്ല ജീവിതത്തെ. ആരെ കാണിച്ചു വേണം? ദൈവത്തെ. കാരണം നിന്നെ ആര് നോക്കുന്നുണ്ട്? കർത്താവ്. നോക്കിക്കേ, ഒരു ജീവിതത്തിലേക്ക് പിതാക്കന്മാർ അവരെ ചേർത്ത് പിടിച്ചു പറഞ്ഞു വിടുമ്പോ ചൊല്ലുന്ന പ്രാർത്ഥന ഇന്ന് ലോകത്തെ കാണിച്ച് ജീവിക്കുക, ജീവിച്ച് കാണിക്കുന്നില്ല. നമ്മളെ നോക്കാൻ ആരുണ്ട്? ദൈവമുണ്ട്. ഈ ബോധ്യമാണ് നമ്മൾ പറയുന്നത്. നാട്യങ്ങളില്ലാത്ത ഒരു ആരാധനയിലേക്കാണ് നമ്മൾ വരുന്നത്. അത് കഴിയുമ്പോ നമുക്കറിയാം, ക്രിസ്തുവിന്റെ പാദം ഇങ്ങനെ നനഞ്ഞിരിക്കുക. തുടയ്ക്കണം. നനഞ്ഞാൽ എന്ത് ചെയ്യണം? തുടയ്ക്കണം. എന്ത് വെച്ചാ തുടയ്ക്കാൻ പോകണം? എന്ത് വെച്ചാ? മുടി വെച്ചാ തുടയ്ക്കുന്നത്. എന്താന്നറിയാം? അവിടെ മാസ്റ്റർഷിപ്പ് ചേഞ്ച് ആവുകയാണ്. ഇത്ര കാലം അവൾ അനേകരുടെ വകയായിരുന്നു. അവൾ തീരുമാനമെടുക്കുക, ഇനി എന്റെ മാസ്റ്റർ ആരാ? ക്രിസ്തുവാണ്. മാസ്റ്റർഷിപ്പ് ചേഞ്ച് ആവുകയാണ്. ഉടമസ്ഥാവകാശം മാറുക. ഈ നോമ്പ് ക്രിസ്തുവിനുള്ള നമ്മുടെ ഉടമസ്ഥാവകാശത്തെ ഉറപ്പിക്കുന്ന നോമ്പായി തീരണം. നമ്മൾ വീടൊക്കെ കൂതാശിയല്ലോ അല്ലേ? ഞാൻ പറയൂ, ആധാരം എഴുതി നടക്കുന്നേ. അന്നത്തെ ദിവസം നടക്കുന്ന അറിയോ? ഡോക്യുമെന്റ് റൈറ്റാ നടക്കുന്നേ. കൂതാശ ചെയ്യുന്നത് വരെയുള്ളൂ നമ്മുടെ വീട്. കൂതാശ ചെയ്ത സ്ലീവാടെ അടയാളത്താൽ മുദ്ര ഇടുന്നതോടുകൂടി ആ വീട് ആരുടെ വീടായിട്ട് മാറുക? ദൈവത്തിന്റെ ഭവനമായിട്ട്. ഈ അടുത്ത സമയത്ത് വീട് കൂതാശ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ആ മുറിക്കകത്ത് കൂതാശ കഴിയുമ്പോൾ വൈകുന്നേരം ആഘോഷിക്കാനുള്ള മദ്യം വാങ്ങിച്ച് കവർ കണക്കിന് വെച്ചിരിക്കുക. പുരോഹിതൻ അവിടെ നിന്നുകൊണ്ട് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവളവും ജീവിപ്പിക്കുന്നതാകുന്ന സ്ലീവാടെ അടയാളത്താൽ മുദ്രയിടപ്പെടുമ്പോൾ ഇതെവിടെ ഇരിക്കുക? ആ മുറിക്കകത്തിരിക്കുക. അവിടെ നോർത്ത് നോക്കിക്കേ. ക്യാൻസറിന്റെ ഓപ്പറേഷൻ നടത്തിയിട്ട് ക്യാൻസറിന്റെ സെൽസ് അവിടെ വെച്ചിട്ട് കുത്തിക്കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? എത്ര കീമോതെറാപ്പി ചെയ്താലും രക്ഷപ്പെടുവോ? റേഡിയേഷൻ ചെയ്താലും രക്ഷപ്പെടുവോ? ഇല്ല. കാരണം എന്താ? അതിനകത്ത് എന്തിരിപ്പുണ്ട്? ക്യാൻസറിന്റെ കോശങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ മുദ്രയിടപ്പെട്ട ഭവനങ്ങൾ ദൈവവിരുദ്ധ പ്രവർത്തികൾക്ക് വേദിയാകരുത്. കൂദാശ ചെയ്യപ്പെട്ട വീടുകളിൽ മദ്യം വെച്ച് ഉപയോഗിക്കരുത്. വ്യഭിചാരത്തിന് വേണ്ടി ഭവനങ്ങൾ ഉപയോഗിക്കരുത്. ശരിയായ ആത്മബോധത്തോടെ വേണം, പ്രാർത്ഥനാപൂർവ്വം വേണം പിന്നീട് ആ വീട് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ജീർണതയായിരിക്കും ഫലം. ഇവിടിതാ അവളവിടെ മാസ്റ്റർഷിപ്പ് ചേഞ്ച് ആക്കുകയാണ്. പറയുന്നു, ഇനി എനിക്കാര്യം വേണ്ട, ഇനി എനിക്കാര്യം മതി. അവൾ യേശുവിന്റെ സ്നേഹവലയത്തിലേക്ക് വന്നതാ. ഈ ക്രിസ്തുവിന്റെ സ്നേഹവലയം എന്ന് പറഞ്ഞുണ്ടല്ലോ, വല്ലാത്ത ആകർഷണം. അതുകൊണ്ടാ ഇത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഷ്ടതയ്ക്കോ സഹനത്തിനോ എന്തെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പെടുക, എന്നെ തകർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ. അതിലേക്ക് പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ, അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്ന അനുഭവമാണത്. ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നറിയാമോ? കരുനാപ്പള്ളിക്കാര് പറയും സുനാമിയാണ്, വെള്ളം പൊങ്ങിയവര് പറയും വെള്ളപ്പൊക്കമാണ്, ഭൂമി കുലുങ്ങിയവര് പറയും ഭൂമി കുലുക്കമാണ്, കോവിഡ് വന്നവര് പറയും കോവിഡാണ്. ഇതൊന്നുമല്ല. പരിഗണിക്കപ്പെടാതെ പോകുന്ന സ്നേഹത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദുരന്തം. ഇത്ര കാലം അവിടെ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അവിടെ ഹൃദയത്തെ തൊടുകയാണ്. ഖലീൽ ജിബ്രാന്റെയും ഗുരു നിത്യതിനെതിരെയൊക്കെ ഭാഷ പറഞ്ഞ ഇത്ര കാലം അവിടെ അടുത്ത് വന്നവരൊക്കെ അവരവർക്ക് വേണ്ടിയാ വന്നത്. യേശു വന്ന ആർക്ക് വേണ്ടിയാ? അവൾക്ക് വേണ്ടി. അവക്ക് വേണ്ടി ക്രിസ്തു വരിക. പരിഗണിക്കപ്പെടാതെ സ്നേഹം ദുരന്തമാ. നടന്നു നോക്കും. മാതാപിതാക്കൾ മക്കളെ വളർത്തി, അവർക്ക് ജോലിയായി, കുടുംബമായി, മാതാപിതാക്കൾക്ക് പ്രായമായ പോലെ വലിച്ചെറിയാൻ, അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദുരന്തം, ട്രാജഡി. ഭൂമികുലുക്കമല്ല ട്രാജഡി. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, കല്യാണം കഴിഞ്ഞൊരു 35-40 വർഷത്തിനിടയില ഡൈവോഴ്സ് ഇപ്പൊ കൂടുതൽ.
മക്കളും കൊച്ചുമക്കളും ആയി കഴിഞ്ഞു. അത് ചോദിക്കേ, 35 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദുരന്തം എന്ന് പറയുന്നത്. ഒരു ചൈനീസ് സംഭവം ഉണ്ട്. ചൈനീസ് എന്ന് പറയുമ്പോൾ പേടിക്കണം, ഒന്നും വന്നതിന്റെ ക്ഷീണം മാറിയില്ല. ഭാര്യ, ഭർത്താവ്, 2 മക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നന്നായിട്ട് പാചകം ചെയ്യുന്ന സ്ത്രീയാണ്. ചൈന അല്ലെങ്കിലും രുചിയുടെ, നമ്മളിവിടെ കിട്ടുന്ന ചൈനീസ് ഒന്നും ഒറിജിനൽ ചൈനീസ് അല്ല. നമുക്ക് വേറെ എന്താണ് അവിടെ പാമ്പും തേളുവാണ്. അല്ല, ഒത്തിരി നല്ല രുചിയിടങ്ങളുണ്ട് എവിടെ? ചൈനയിൽ. ഈ സ്ത്രീയുടെ പ്രത്യേകത, ഈ ഭർത്താവിനും മക്കൾക്കും ഓരോ ദിവസവും പുതിയ പുതിയ റെസിപ്പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. പുതിയ ഈ റെസിപ്പി തന്നെ 2 തരം. ഒന്ന് ഹൃദയത്തിൽ നിന്ന് വെക്കുന്നത്, 2 എവിടെ നിന്ന് വെക്കുന്നത്? യൂട്യൂബിൽ നിന്ന് വെക്കുന്നതും അല്ലേ? ഹൃദയത്തിൽ നിന്ന് വെക്കുന്ന റെസിപ്പി ഉണ്ട്, യൂട്യൂബിൽ നിന്ന് വെക്കുന്ന. ഇവിടെ ഇരിക്കുന്ന പഴയ അമ്മമാരൊക്കെ വെക്കുന്നത് എവിടുന്ന? ഹൃദയത്തിൽ നിന്ന്. ഒരു 10 കിലോ നെമ്മീനൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് അളവൊന്നുമില്ല, കൃത്യമായിട്ട് വെച്ച്, കൃത്യമായിട്ട് മുളക് പൊടിയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വാരിയിടത്തേ ഉള്ളൂ, കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വെക്കും. വെച്ചാൽ രുചി കയറി കൃത്യം. അതേസമയം യൂട്യൂബ് മമ്മി വെക്കുമ്പോഴോ പിപ്പറ്റ്, ബ്യൂററ്റ് ഇതൊക്കെ എടുത്ത് വെച്ച് കൃത്യമായി അളവൊക്കെ പിടിച്ച് ഇട്ട് വെക്കും. ഏതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ? ഏതിനായിരിക്കും? ഹൃദയത്തിൽ നിന്ന് വെക്കുന്നതിനാ രുചി കൂടുതൽ അല്ലേ? പക്ഷെ നമ്മൾ യൂട്യൂബിനൊന്നും കുറ്റം പറയത്തില്ല. കാരണം എന്താ അറിയോ? ഇപ്പോഴത്തെ പിള്ളേർ ജീവിച്ചു പോകുന്നത് എന്തുള്ളത് കൊണ്ട് യൂട്യൂബ് ഉള്ളതുകൊണ്ട്. കാലത്തിന്റെ അനിവാര്യത കൂടിയാണ് എന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പിള്ളേരെ പഠിപ്പിക്കണം. ജീവിതം കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. ഇന്ന് നമ്മൾ പറയുന്ന ഈസി ആയിട്ട് പറയുന്ന കാര്യമാണ്, എന്റെ കഷ്ടപ്പാട് ഞാൻ എന്റെ മക്കളെ അറിയിച്ചിട്ടില്ല. നമ്മൾ പറയുന്ന എന്റെ കഷ്ടപ്പാട് ഞാൻ എന്റെ മക്കളെ, അവിടെയാണ് ആ കുട്ടി പരാജയപ്പെടാൻ പോകുന്നത്. അവിടെയാണ് ആ കുഞ്ഞ് പരാജയപ്പെടാൻ പോകുന്നത് അല്ലേ? അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുമ്പോ ഉണ്ടല്ലോ, മോളെ ഒന്ന് വിളിച്ച് കയറ്റണം. എവിടെയൊക്കെ കയറ്റണം? അടുക്കളയിലോട്ട്. എന്തിനാ? അവിടുത്തെ ചൂടും ഒക്കെ അറിയാൻ വേണ്ടി ഒന്നും വിളിച്ച് കയറ്റണം. കയറ്റാറുണ്ടോ? ഇല്ല. അയ്യോ, സിവിൽ സർവീസിന് വിടാനുള്ളതാ, സർജൻ ആക്കാനുള്ളതാ, അടുക്കളയെ കയറ്റത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മുട്ട പൊരിക്കാൻ അറിയാൻ വയ്യാത്ത ജില്ലാ കളക്ടർ, ചായയുടെ അറിയാൻ വയ്യാത്ത സർജൻ, എന്താ ഗുണോ? ജീവിതം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അത് കഴിഞ്ഞോ 12ാം ക്ലാസ് കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ വിട്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കൊണ്ടുവന്ന് ചേർക്കും. നോക്കുമ്പോണ്ടാ ശനിയാഴ്ച താണ്ട വരുന്നടാ 2 ബാഗുമൊക്കെ എടുത്തുകൊണ്ട് വരുവാ. അപ്പൊ ഞാൻ കാണാൻ വരുവല്ല. എന്തിനാണെന്നറിയാമോ? ഒരാഴ്ച ഇട്ട മുഴുവൻ തുണി അലക്കാൻ കൊണ്ടുവരുക. വീട്ടിൽ അലക്കാരി ഉണ്ട് അല്ലെ? ഇട്ട തുണി അലക്കാൻ തയ്യാറാകാത്ത കൊച്ചുങ്ങൾ എവിടെയാ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്? ഈ അടുത്ത ഒരു വീട്ടിൽ ചെന്നപ്പം രാവിലെ സ്കൂൾ ടൈം, ഒരു പയ്യൻ ടൈയൊക്കെ കെട്ടി കോട്ടും ഒക്കെ ഇട്ടിട്ട് ഷൂ കാലയിലോട്ട് കയറ്റിട്ട് സിറ്റ് ഔട്ടിലോട്ട് കാര്യം പൊക്കി ഇങ്ങനെ നിൽക്കുക. ഞാൻ വിചാരിച്ചു എന്താ ടാബ്ലോയാണോ? നീ അനങ്ങാതെ നിൽക്കുക. ഇവരെന്താ? ഞാൻ വിചാരിച്ചു എന്താ ഇവൻ ചെയ്യാൻ പോലെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ തമ്മ ഓടി വരുന്നു. എന്താണെന്നറിയോ? ഷൂവിന്റെ ലേസ് കെട്ടി കൊടുക്കും. അവന് കുനിഞ്ഞ അസുഖം, കുനിയുന്നല്ലേ അസുഖമുണ്ട്. അവന് കുനിഞ്ഞാൽ ലേസ് കെട്ടാൻ വയ്യ, വളർത്തി വിടുക. എന്തിനാ ഇങ്ങനെ വളർത്തി വിടുന്നേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ജീവിതം നമ്മുടെ അതുപോലെ പ്രാർത്ഥിക്കാൻ അല്ലേ? സൺഡേ സ്കൂളിലെ പരീക്ഷയ്ക്ക് പരീക്ഷ സമയത്ത് പല വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ കഴിയും. എന്താ? അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് പ്രാർത്ഥന, മോറാനേശു മശീഹ. ഗതികേടല്ലേ ഇത്? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്യട്ടെ, കാലത്തിന് അനിവാര്യതയാ. പക്ഷെ ഞാൻ പറയും, വിശ്വാസവും വേദപുസ്തകവും പഠിപ്പിച്ചു വേണം നമ്മുടെ കൊച്ചുങ്ങളെ എങ്ങോട്ട് വിടാൻ, പുറത്തേക്ക് വിടാൻ. അപ്പൊ ഈ സ്ത്രീയുടെ പ്രത്യേകത, അവർ ഓരോ ദിവസവും ഓരോ റെസിപ്പി ചെയ്യുന്നവരായതുകൊണ്ട് ഓരോന്ന് ചെയ്തിങ്ങനെ കൊടുക്കും. ഭർത്താവ് കഴിക്കും, മക്കള് കഴിക്കും, അവർ എഴുന്നേറ്റ് പോകും. ഒരു നല്ല വർത്താനം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും നന്നായിട്ട് പാചകം ചെയ്ത് കൊടുത്തതൊക്കെ നമ്മളൊന്ന് ഓർത്ത്. നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ നന്നായിട്ട് പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ ഒരു നല്ല വർത്താനം പറയണമെന്ന്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? ഇവള് കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അവസാനം ഗതി കെട്ടു. ഭർത്താവ് മക്കളൊക്കെ മൂരിക്കുട്ടന്മാർ നിൽക്കേ. ഒരു ദിവസം കഴിച്ച് അവസാനം വിചാരിച്ചു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പണി കൊടുക്കണം. എന്താ കൊടുത്തെന്നറിയോ? പിറ്റേന്ന് വന്നപ്പോൾ പ്ലേറ്റ് ഇട്ടു, കുറച്ച് വൈക്കോല് കണ്ടിച്ച് വെച്ചു കൊടുത്തു. കുറച്ച് വൈക്കോല്. ഭർത്താവ് ദേഷ്യപ്പെട്ടു, മക്കളും മുരണ്ടു. അവരൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴെനിക്ക് മനസ്സിലായത് നിങ്ങൾ മൃഗങ്ങളല്ലെന്ന്. കാരണം എന്താ? നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശു നിങ്ങൾ കാലിത്തീറ്റ കൊടുത്താൽ നല്ല കാലിത്തീറ്റാണ് പറയൂ. വളർത്തുന്ന ഡോബർമാൻ പറയോ നല്ല ചാപ്പാടെന്ന് പറയൂ? ഇല്ല. മനുഷ്യനാണെങ്കിൽ അഭിപ്രായം കാണാൻ പ്രിയപ്പെട്ടവർ. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ കഴിയണം.
അവിടെയാണ് പരിഗണന എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയത്തില്ല. പിന്നെ എപ്പോഴാ പറയുന്നത്? ഭർത്താവിന്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തണം. കിടത്തുമ്പോഴാണ് നെഞ്ചത്തടിച്ചു പറയുന്നത് എന്താ ചായ നല്ലവനായിരുന്നു, കേൾക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയപ്പോ. അല്ലേ? പാഴാങ്കം പറയാൻ വേണ്ടിയാണോ ജീവിച്ചിരിക്കേണ്ടത്? ജീവിച്ചിരിക്കുന്ന കാലത്താണ് സ്നേഹം പരിഗണിക്കപ്പെടേണ്ടത്. എന്തായാലും ഇവക്ക് വരുന്ന മാറ്റം അറിയോ? ഞാൻ പറയും, ഇവൾ ആ വീട്ടിൽ വന്ന് കയറുമ്പോ ചുള്ളിക്കമ്പായിരുന്നു. തിരിച്ചു പോകുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരു പൂമരമായിട്ടാ തിരിച്ചു പോകുന്നത്. ചുള്ളിക്കമ്പ് പൂമരമാകും. എപ്പോഴാണെന്നറിയാമോ? അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന്റെ കൂട്ടി ജീവിച്ച ഒരാള്. നിനിവയിലെ ഐസക് എന്ന് പറയുന്ന പിതാവ് പറയുന്നുണ്ട്, മനുഷ്യൻ വിശുദ്ധിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജീവജാലങ്ങളുടെ ഭാഷ പഠിക്കാൻ കഴിയും. അസീസിലെ ഫ്രാൻസിസിന് പക്ഷികളുടെ, മൃഗങ്ങളുടെ, സസ്യങ്ങളുടെയൊക്കെ ഭാഷ. അതുകൊണ്ട് അദ്ദേഹം അതുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം അസീസിലെ ഫ്രാൻസിസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് നിൽക്കുന്ന ഒരു ബദാം മരം ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരൂ. നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന ചെടികളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നമുക്കിന്റെ ഭാഷ അറിയത്തില്ല. അപ്പം അസീസിലെ ഫ്രാൻസിസ് ചെയ്തെന്നറിയോ? ആ ബദാം മരത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, കരുണയോടെ. ആദ്യമായിട്ട് മരം ഒരു മനുഷ്യൻ എങ്ങനെ നോക്കുന്ന കാണുന്നത്, എങ്ങനെ നോക്കുന്ന കാണുന്നത്? കരുണയോടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ നോട്ടം അധികാരത്തോടൊന്നും അല്ല നോക്കേണ്ടത്. മനുഷ്യനെ നോക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? കരുണയോടെയാ. സസ്യങ്ങളെ നോക്കേണ്ടത് എങ്ങനെയാ? കരുണയോടെയാ. മക്കളെ നോക്കേണ്ടത് എങ്ങനെയാ? കരുണയോടെ. ആദ്യമായിട്ട് ഈ മരം, നമ്മൾ ഏതെങ്കിലും സസ്യത്തെ കരുണയോടെ നോക്കാറുണ്ട്. നമ്മൾ ചക്കയൊക്കെ കൊണ്ടുവരും, ഞാൻ വെച്ച ബ്രാവ കൊണ്ടുവരുന്ന കശാപ്പുകാരൻ വരുന്നതൊക്കെ വരുന്നത് അല്ലേ? ഒരു കൊല്ലം കായ്ച്ചില്ലെങ്കിൽ ഉടനെ നമ്മളങ്ങ് യോഹന്നാൻ സ്നാപകനാവും. ഉടനെ പറയും, എന്താ അടുത്ത കൊല്ലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി ദൂരത്ത്. അപ്പൊ ആദ്യമായിട്ടൊരു മരം, ഒരു മനുഷ്യൻ ഇങ്ങനെ കരുണയോടെ നോക്കുന്ന കാണുന്നത്. വീണ്ടും അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോണ്ടല്ലോ, അതിന്റെ മരത്തിന്റെ തണ്ടു പൊട്ടിക്കറ ഇങ്ങനെ ഒലിക്കുന്നു. അസീസിയിലെ ഫ്രാൻസിസ് സങ്കടമായി. ചിക്കോ മുഹമ്മദിലെ ബഹുഗുണ സ്മർലാൽ ബഹുഗുണ മരത്തെ കെട്ടിപ്പിടിക്കുന്ന പോലെ അസീസിയിലെ ഫ്രാൻസിസ് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അതിന്റെ മുറിവുകളിൽ തെരുതര ചുംബിച്ചു. എന്താ പറയുന്നറിയോ? കാലമല്ലാതിരുന്നിട്ട് കൂടി ആ ബദാം മരം പൂത്തുലഞ്ഞു. കാലമല്ലാതിരുന്നത് കസൻസാക്കീസ് എന്ന് പറയുന്ന കസൻസാക്കീസ് സെയിന്റ് ഫ്രാൻസിസ് കോട്ട് ചെയ്യുന്നുണ്ട്. കാലമല്ലാതിരുന്നിട്ട് കൂടി ആ ബദാം മരം പൂത്തുലഞ്ഞു. എപ്പോഴാ ഒരു ചുള്ളിക്കമ്പ് പൂത്തുലയുന്നത് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് തൊടുമ്പോഴാണ് ഒരു ചുള്ളിക്കമ്പ് പൂത്തുലയുന്നത്. ഉണക്കച്ചുള്ളി പോലെ വന്നവൾ തിരിച്ചു പോകുന്നത് എങ്ങനെയാ? പൂമരമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു സ്നേഹം ഈ നോമ്പിൽ നമ്മളെന്ന് തൊടുമ്പോണ്ടല്ലോ, നമ്മളൊക്കെ ആരായി മാറി? ഇരട്ടിയിലെ മുഴുവൻ ചുള്ളിക്കമ്പുകളും എന്തായിട്ട് മാറും? പൂമരങ്ങൾ. ഇവിടെ വസന്തം വിരിയും, ഇവിടെ വസന്തം വിരിയും. എന്നിട്ടോ അവൾ തിരിച്ചു പോയത് എങ്ങനെയാണെന്നോട് പറയുന്നുണ്ട്. 7-50 വാക്യത്തിൽ അവൾ സമാധാനത്തോടെ തിരിച്ചു പോകുന്നേ. അഗ്നിപർവ്വതം പോലെ വന്നവളാ അവൾ തിരിച്ചു പോകുന്നത് എങ്ങനെ? സമാധാനത്തോടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി നോമ്പരങ്ങളും വേദനകളുമായിട്ട് ധാരാളം മനുഷ്യർ ഇവിടെ കൂടിയിട്ടുണ്ട്. അവരുടെ മനസ്സിലൊക്കെ ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഉണ്ട്. ഞാൻ പറയും, യേശു നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ടൊന്ന് തൊടുമ്പോണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? സമാധാനത്തോടെ മടങ്ങാനായിട്ട് പറ്റും. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയും ക്രിസ്തു നമ്മളെ ചുംബിക്കുന്ന ഇടമായി മാറുമ്പോഴാണ് നമുക്ക് എങ്ങനെ പോകാൻ കഴിയുന്നത്? സമാധാനത്തോടെ പോകാൻ കഴിയുന്നത്. അങ്ങനെ സമാധാനത്തോടെ മടങ്ങിപ്പോകുന്നു ചുള്ളിക്കമ്പുകൾ പൂമരങ്ങളായി മാറുന്ന ഒരു ഉത്സവമായി ഈ നോമ്പുകാലം മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്ന ഇടം ഓർക്കുക, പാദത്തിൽ നിന്ന് ജീവിതം പഠിക്കണം, കണ്ണീരുകൊണ്ട് പാദത്തിൽ തൊടണം. മൂന്നാമത്, ഇന്ന് വരെയുള്ള നമ്മുടെ മാസ്റ്റർഷിപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ആകണം. പൂമരങ്ങളായി നമുക്ക് മടങ്ങിപ്പോകാം.